ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ടെല്ല ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എങ്ങനെ നെയിം ചെയ്യാം, അവരുടെ കോമൺ നെയിം, അതുപോലെ തന്നെ അവരുടെ IUPAC നെയിം അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, സിഗ്മ ബോണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആൻഡ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ലോവർ ക്ലാസ്സസിൽ തന്നെ ഐസോമേഴ്സ് എന്താണെന്നൊരു ഐഡിയ നമുക്കുണ്ട്. ഓക്കെ, ഐസോമേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിലേക്ക് സെയിം മോളിക്കുലർ ഫോമുല എന്ന് പറയുന്ന ഒരു പോയിന്റ് വരാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വരണം. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കാണിക്കുന്ന മെയിൻ ഐസോമേഴ്സും അവരെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിൽ കൂടെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, എന്താണ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഐസോമെറിസം എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടോ അതിൽ കൂടുതലോ മോളിക്യൂൾസ് ഉണ്ടാവും. അവർക്ക് സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, പക്ഷേ എന്തായിരിക്കും, അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് ഫിസിക്കൽ ഓർ അല്ലെങ്കിൽ രണ്ടും ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ദെൻ സെയിം ഡിഗ്രി ഓഫ് ആൻഡ് സാച്ചുറേഷൻ ആൻഡ് ജനറൽ ഫോർമുല. ഇവരുടെ ജനറൽ ഫോർമുല ഇതായിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ആൻഡ് സാച്ചുറേഷനും സെയിം ആയിരിക്കും. പിന്നെ ഹോമോലോഗസ് സീരീസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഹോമോലോഗസ് സീരീസ് ഇപ്പം ആൽക്കൈൻ സീരീസ് ഒക്കെ പഠിച്ചാണ്. കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലെ മെമ്പേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവരായിരിക്കലും ഐസോമേഴ്സ് ആവില്ല. ഇനി നോക്കി, ഐസോമേഴ്സിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ്: സെയിം മോളിക്കുലർ ഫോർമുല, സെയിം ഡിഗ്രി ഓഫ് ആൻഡ് സാച്ചുറേഷൻ, എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ വെയിറ്റ്, വേപ്പർ ഡെൻസിറ്റി സെയിം ആയിരിക്കും, ജനറൽ ഫോർമുല സെയിം ആയിരിക്കും, പെർസെൻറ്റേജ് ഓഫ് എലമെൻറ്റ്സ് ബൈ വെയിറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, അതിലൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ C3H8O, അപ്പോൾ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ച സമയത്ത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം എന്ന് പറഞ്ഞിട്ട് ഐസോമെറിക് പെയർ, ആൽക്കഹോൾ, ഈതർ, അതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ C3H8O എന്ന് പറഞ്ഞ മോളിക്കുലർ ഫോർമുല വരുമ്പോൾ അവിടെ ആൽക്കഹോളും വരുന്നുണ്ട്, ഈതറും വരുന്നുണ്ട്. ഓക്കെ, രണ്ടും ആൽക്കഹോളും വരുന്നുണ്ട്, ഈതറും വരുന്നുണ്ട്. പക്ഷേ പ്രത്യേകത നോക്കിയേ, ആൽക്കഹോൾ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലും നമ്മുടെ ഈതർ റൂം ടെമ്പറേച്ചറിൽ ഗേഷ്യസ് സ്റ്റേറ്റിലാണുള്ളത്. ബോയിലിംഗ് പോയിന്റിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പം ഹൈഡ്രജൻ ബോണ്ടിങ് എവിടെ ഉണ്ട്? നമ്മൾ ആൽക്കഹോൾസിൽ വരുന്നുണ്ട്, ഈതറിൽ എന്തില്ല, ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നില്ല. ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രോപ്പർട്ടി അത് ആൽക്കഹോളിലും ഈതറിലും ഡിഫറൻ്റ് ആണ്. അത് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുത്തുന്നു. ബട്ട് ദേ ആർ ഐസോമേഴ്സ് ബിക്കോസ് ദേ ഹാവ് ജനറൽ ഫോർമുല and they have same molecular formula because they are isomers. So ഇതാണ് ഐസോമേഴ്സ് അല്ലെങ്കിൽ ഐസോമെറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമെറിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ഐസോമെറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമെറിസം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നമ്മൾ പഠിക്കുന്നത്, എന്താണ് സ്ട്രക്ചറൽ ഐസോമെറിസം, എന്താണ് സ്റ്റീരിയോ ഐസോമെറിസം എന്നുള്ളത്. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുമ്പോൾ ചെയിൻ ഉണ്ട്, പൊസിഷൻ, റിംഗ് ചെയിൻ, ഫങ്ഷണൽ, മെറ്റാമെറിസം, ടോട്ടോമെറിസം, എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മെറ്റാമെറിസം വരെ നമ്മളിവിടെ പഠിക്കും, ടോട്ടോമെറിസം നമ്മൾ GOCയിലായിരിക്കും പഠിക്കുക. ദെൻ സ്റ്റീരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺഫോർമേഷനിലും കോൺഫിഗറേഷനിലാണ് വരിക. അതിൽ കൺഫോർമേഷണൽ ഐസോമെറിസം കോൺഫിഗറേഷനിലാണ് ജോമെട്രിക്കലും ഒപ്റ്റിക്കലും വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് എന്താണ് സ്ട്രക്ചറൽ ഐസോമെറിസം എന്താണ്, സ്റ്റീരിയോ എന്താണ്, അതിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറൽ ഐസോമെറിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് വൺ ചെയിൻ ഐസോമെറിസം ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ പേരന്റ് കാർബൺ ചെയിൻ നമ്മൾ എടുക്കുന്നത് അവർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. അത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ക്ലിയർ ആവും. ഇപ്പോൾ C4H10 എടുക്കുകയാണ്. ഇപ്പോൾ ഈ C4H10നെ നമുക്ക് നോർമൽ ബ്യൂട്ടൈൻ ആയിട്ടും വരയ്ക്കാം, അതുപോലെ കണ്ടോ 2-മീഥൈൽ പ്രൊപ്പൈൻ ആയിട്ടും വരയ്ക്കാം. PCC നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ബ്യൂട്ടൈനിൽ 4 കാർബണും, അടുത്തത് നോക്കിയേ 2-മീഥൈൽ പ്രൊപ്പൈൻ, അതിൽ PCCയിൽ പാരന്റ് കാർബൺ ചെയിൻ എത്രയേ ഉള്ളൂ, 3 കാർബൺ മാത്രമേ വരുന്നുള്ളൂ. ഒരെണ്ണം നമ്മൾ എന്തായിട്ട് എഴുതിയിരിക്കുന്നത്, ഒരെണ്ണം നമ്മൾ ബ്രാഞ്ച് ആയിട്ട് സെക്കൻഡ് പൊസിഷനിലാണ് ഇട്ടിട്ടുള്ളത്. സോ നോർമൽ ബ്യൂട്ടൈനും 2-മീഥൈൽ പ്രൊപ്പൈനും. അപ്പോൾ ഇവരെന്താണ്, ഒരു ചെയിൻ ഐസോമെറിസത്തിന് എക്സാമ്പിളാണ്. സോ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സുകളാണ് ചെയിൻ ഐസോമെറിസം. ചെയിൻ ഐസോമെറിസം ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി PCCയിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയ ആയിട്ട് നോക്കാം. കാരണം PCC സെയിം ആയി കഴിഞ്ഞാൽ, പാരന്റ് കാർബൺ ചെയിൻ്റെ എണ്ണം സെയിം ആയി കഴിഞ്ഞാൽ അവർ എങ്ങനെ പോയാലും എന്താവില്ല, ചെയിൻ ഐസോമെറിസം കാണിക്കില്ല. ഓക്കെ, ഒരു ചെയിൻ ഐസോമെറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം നമ്പർ ഓഫ് കാർബൺ അവിടെ എത്ര വേണം, 4 എണ്ണം വേണം. ഒരു ചെയിൻ ഐസോമെറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 4 കാർബൺ എങ്കിലും അവിടെ വേണം. ഇപ്പോൾ C6H12 ആണ്, ഇപ്പോൾ നമ്മൾ ബ്യൂട്ടൈനിലാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, അപ്പോൾ മിനിമം അവിടെ ഒരു 4 കാർബൺ എങ്കിലും വേണം. C6H12 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സൈക്ലോഹെക്സൈൻ ആണ് കൊടുത്തിട്ടുള്ളത്, സൈക്ലോഹെക്സൈൻ കൊടുത്തു. അതുപോലെ കണ്ടോ, മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തുകൊണ്ട് പെൻറ്റൈൻ, 2 മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തുകൊണ്ട്
ബ്യൂട്ടൈൻ 3 മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ചായിട്ട് കൊടുത്തുകൊണ്ട് പ്രൊപ്പൈൻ. അപ്പോൾ ഇത് C6H12ന്റെ ഡിഫറെൻറ്റ് ചെയിൻ ഐസോമേഴ്സ് ആണ്. PCC നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6, 5, 4, 3 ഇങ്ങനെയുള്ള രീതിയിൽ ചേഞ്ച് ആയി പോകുന്നുണ്ട്. ബട്ട് ഓവറോൾ നോക്കുമ്പോൾ അവരുടെ മോളിക്കുലർ ഫോമിൽ എന്താണ്, സെയിം ആണ്. ഇതാണ് എന്ത്, ചെയിൻ ഐസോമേഴ്സം. ക്ലിയർ? അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, നമ്മുടെ ബ്യൂട്ട് 1 കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ട് 1 കൊടുത്തിട്ട് ബ്യൂട്ട് 1 എത്രയുണ്ട്, പാരൻറ്റ് കാർബൺ ചെയിനിൽ 4 എണ്ണമാണുള്ളത് വിത്ത് ഡബിൾ ബോണ്ട്. പിന്നെ നോക്കിയേ 3 എണ്ണത്തിന് നമ്മൾ എഴുതിയിട്ട് ഒരെണ്ണം നമ്മൾ ബ്രാഞ്ചായിട്ട് എടുത്തു. PCCയിൽ 3 കാർബണാണ് വരുന്നത്. അപ്പോൾ ഇവരെന്താണ്, ചെയിൻ ഐസോമേഴ്സ് ആണ്. മോളിക്കുലർ ഫോമിൽ നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ C4 ആയിരിക്കും വരിക, C4H8 ആയിരിക്കും വരിക, 3, 2, 5, 7, 8 C4H8 ആയിരിക്കും മോളിക്കുലർ ഫോമിൽ വരിക. ബട്ട് എന്താണ്, PCCയിൽ വ്യത്യാസം വരുന്നുണ്ട്, ബിക്കോസ് ദേ ആർ ചെയിൻ ഐസോമേഴ്സ്. ഓക്കെ, ഇനി ഈ 2 കോമ്പൗണ്ട്സുകൾ നോക്കിയേ. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരൻറ്റ് ചെയിൻ 5 കാർബൺ നമ്മളുടെ നമ്പർ ഇട്ടിട്ടുണ്ട്, ഇവിടെ 5 കാർബൺ നമ്പർ ഇട്ടിട്ടുണ്ട്. പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേരുടെയും പേര് പണ്ട് 3rd പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2nd പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 പേരെ നമുക്ക് കാണുമ്പോൾ ചെയിൻ വ്യത്യാസം ഉള്ളതായിട്ട് നമുക്ക് തോന്നും. കാരണം ഇവിടെ 1, 2 നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ യെസ് PCC ഡിഫറൻസ് ഉണ്ട്. പക്ഷെ പേരെഴുതി നോക്കുക, 3 ഈഥൈൽ 2 മീഥൈൽ പെൻറ്റെയിൻ, 3 ഈഥൈൽ 2 മീഥൈൽ പെൻറ്റെയിൻ, രണ്ടും സെയിം ആളാണ്. ഇവർ ഐസോമേഴ്സ് ആണോ, ഐസോമേഴ്സ് അല്ല. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സോ ഇങ്ങനത്തെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. കാരണം അവർ തിരിച്ചൊക്കെ PCC എന്താണ് വ്യത്യസ്തമായിട്ട്, PCC വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ മുകളിൽ കൊടുത്തേക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും PCCയിൽ വ്യത്യാസം ഉണ്ട്, ഇവരെന്താണ് ചെയിൻ ഐസോമേഴ്സ് ആണെന്ന് തോന്നും. അപ്പോൾ പേരെഴുതി നോക്കുക, പേരെഴുതിയപ്പോൾ കണ്ടോ, ദേ ആർ ഐഡൻറ്റിക്കൽ, ദേ ആർ നോട്ട് ഐസോമേഴ്സ്. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. സ്ട്രക്ചർ നമുക്ക് നോക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ പേരൊക്കെ എഴുതി വരുമ്പോൾ എന്തായിരിക്കും, സെയിം ആൾ തന്നെയായിരിക്കും. അവരെ നമുക്ക് ഐസോമേഴ്സിന് വിളിക്കാൻ പറ്റുമോ, ഐസോമേഴ്സിന് വിളിക്കാൻ പറ്റത്തില്ല. ദേ ആർ കോൾഡ് ഹോമോമേഴ്സ്. അവരെ വിളിക്കുന്നതാണ് ഹോമോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർ ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് അവരെ നമുക്ക് ഐസോമേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ദേ ആർ കോൾഡ് ഹോമോമേഴ്സ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, പൊസിഷൻ ഐസോമേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയിൻ കഴിഞ്ഞു. അപ്പോൾ ഈ ചെയിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ലോ. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ചെയിൻ ഐസോമേഴ്സം ഏതാണ് എന്താണെന്നുള്ളതൊക്കെ. നെക്സ്റ്റ് പൊസിഷൻ ഐസോമേഴ്സ് ആണ്. ഓക്കെ, സെയിം മോളിക്കുലർ ഫോമുല, അതുപോലെ തന്നെ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് വരും. സെയിം മോളിക്കുലർ ഫോമുല, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, സെയിം PCC. കണ്ട, ചെയിനിൽ PCCയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ സെയിം PCC സൈഡ് ചെയിനൊക്കെയാണ്. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓർ മൾട്ടിപ്പിൾ ബോണ്ട് ഓർ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്, ഇവർ 3 പേരും ആവാം. ഫങ്ഷണൽ ഗ്രൂപ്പ് ആവാം, മൾട്ടിപ്പിൾ ബോണ്ട് ആവാം, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആവാം. ഇവരുടെ പൊസിഷനിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ കണ്ടാണ്. ഇവിടെ കണ്ടോ, ബ്യൂട്ട് 1 ബ്യൂട്ട് 2 മൾട്ടിപ്പിൾ ബോണ്ടിൽ പൊസിഷനിൽ വ്യത്യാസം വന്നിട്ടില്ലേ. മൾട്ടിപ്പിൾ ബോണ്ടിന് പൊസിഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഡിഫറെൻറ്റ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു ആൽക്കൈൻ പൊസിഷൻ ഐസോമറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ആൽക്കൈൻ പൊസിഷൻ ഐസോമറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം എത്ര കാർബൺ അവിടെ വേണം. ഓക്കെ, സോ മിനിമം, അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഓർത്ത് വെക്കാം. മിനിമം എത്ര കാർബൺ വേണം ഒരു ചെയിൻ ഐസോമറിസം കാണിക്കാൻ അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഐസോമറിസം കാണിക്കാൻ. സോ ദാറ്റ് ഈസ് 6 കാർബൺ എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം പൊസിഷൻ ഐസോമറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ. അത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആവാം, ഡബിൾ ബോണ്ട് ആവാം, ഫങ്ഷണൽ ഗ്രൂപ്പ് ആവാം. ഇവിടെ ബ്യൂട്ട് 1 ബ്യൂട്ട് 2 പൊസിഷൻ ഐസോമറിസം ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിയേ, 1 2 3 4 5. ഓക്കെ, 4 ദെൻ 1 2 3 4 5. സോ നമ്മൾ നോക്കുമ്പോൾ PCC സെയിം ആണ്, പക്ഷെ ഇവരെന്തല്ല, ഇവർ ഐസോമേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ ഇവർ പൊസിഷൻ ഐസോമേഴ്സ് ആണ്. നമുക്ക് നോക്കി, ഇത് പൊസിഷൻ ഫസ്റ്റ് പൊസിഷനിലാണ്, ഇത് സെക്കൻഡ് പൊസിഷനിലാണെന്ന് തോന്നും. അല്ല, എന്താണ് ഇവരുടെ PCC എന്താ, സെയിം PCC ആണ് പൊസിഷൻ ഐസോമേഴ്സത്തിൽ വരേണ്ടത്. അപ്പോൾ നമുക്ക് പൊസിഷൻ ഐസോമേഴ്സ് ആണെന്ന് തോന്നും, പക്ഷേ ഇതെന്തല്ല, പൊസിഷൻ ഐസോമേഴ്സം അല്ല. അതായത് നമുക്ക് കുറച്ച് പൊസിഷൻ ഐസോമറിസത്തിന് എക്സാമ്പിളും അതുപോലെ തന്നെ കണ്ടാൽ പൊസിഷൻ എന്ന് തോന്നിക്കുന്ന ഹോമോമേഴ്സിനെ നമുക്ക് നോക്കാം. അടുത്ത് നോക്കിയേ, സോ നമ്മുടെ ഒരു സൈക്ലോപ്രോപ്പീൻ, അതിൽ CH3 ഗ്രൂപ്പാണ്. CH3 ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ നോക്കിയാൽ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ ഇവിടെ മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ 1 2 കാർബണിൻ്റെ ഇടയിലും ഇവിടെ 1 3 കാർബണിൻ്റെ ഇടയിലുമാണ് ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത്. ദെൻ മീഥൈൽ ഗ്രൂപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കുകയാണ്, പക്ഷേ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിൽ മാറ്റം വന്നിരിക്കുന്നത് കൊണ്ട് ദേ ആർ പൊസിഷൻ ഐസോമേഴ്സ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ റിങ്ങിൽ 2 മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നമ്മളിപ്പം ഈ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, മുകളിലത്തെ സൈക്ലോപ്രോപ്പീനിൽ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാറിയപ്പോൾ അവർ നമ്മൾ പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ ബെൻസീൻ റിങ്ങിൽ മീഥൈൽ നോക്കിയേ, മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത്
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. എന്ന് കരുതി നമുക്ക് ഇവരെ പൊസിഷൻ ഐസോമേഴ്സ്, അപ്പം മുകളിലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ അവരെ നമ്മൾ പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിച്ചു. അപ്പോൾ ഇവരെ നമുക്ക് എന്താ തോന്നും, പൊസിഷൻ ഐസോമേഴ്സ് ആണെന്ന് തോന്നും. പക്ഷേ ഇവരെന്താണ്, ദേ ആർ ഹോമോമേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സെപ്ഷണൽ കേസസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം മുകളിലുള്ള ഒരു പൊസിഷൻ ഐസോമേഴ്സ് ആണ്, താഴെയുള്ളത് എന്തല്ല, പൊസിഷൻ ഐസോമേഴ്സ് അല്ല, ദേ ആർ ഹോമോമേഴ്സ്. കാരണം ബെൻസീൻ റിങ്ങിൽ എന്താ നമ്മുടെ ആ ഡബിൾ ബോണ്ട് ഇങ്ങനെ പൈ ബോണ്ട് ഡീലോക്കലൈസ്ഡ് ആണ് അല്ലേ. നോർമൽ ഒരു ആൽക്കീനിലെ പോലെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പൈ ബോണ്ട് അല്ല ബെൻസീൻ റിങ്ങിലുള്ളത്. ബെൻസീൻ റിങ്ങിൽ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള പൈ ബോണ്ടാണുള്ളത്. ഡീലോക്കലൈസ്ഡ് ആയതുകൊണ്ട് കറക്റ്റ് ഇപ്പം ഇവിടെയാണ് ഈ ഒരു 1-2 പൊസിഷനിലാണ് നമ്മുടെ ഡബിൾ ബോണ്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ എന്തെന്ന് പറയാൻ പറ്റില്ല, ദേ ആർ ഐഡൻറ്റിക്കൽ. ഇവർ ഐഡൻറ്റിക്കലാണ്, ഡബിൾ ബോണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇവർ ഐഡൻറ്റിക്കൽ കോമ്പൗണ്ട്സ് ആണ്, ഇവരെന്തല്ല പൊസിഷൻ ഐസോമേഴ്സ് അല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഡബിൾ ബോണ്ട് ലോക്കലൈസ്ഡ് ആണോ ഡീലോക്കലൈസ്ഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാറുമ്പോൾ അവരെ നമ്മൾ പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കാൻ. ഓക്കെ, അപ്പോൾ അത്രയാണ് പൊസിഷൻ ഐസോമേഴ്സിലുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ റൂൾസും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. ഡബിൾ ബോണ്ട്, മൾട്ടിപ്പിൾ ബോണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പൊസിഷൻ മാറുമ്പോൾ അവരെന്താണ്, പൊസിഷൻ ഐസോമേഴ്സ് ആണ്. അതുപോലെ PCCയുടെ എണ്ണം സെയിം ആയിരിക്കും. ചെയിൻ ഐസോമേഴ്സിൽ PCC സെയിം അല്ല. ഓക്കെ, ദെൻ ഒരു ജസ്റ്റ് നോട്ട് പോലെ നമ്മൾ ആൽക്കഹോളിൻ്റെയും ഹാലോ ആൽക്കെയിൻസിൻ്റെ ചാപ്റ്ററിലൊക്കെ നമ്മൾ കണ്ടൊരു ടേമാണ് ജെമിനലും വിസിനലും. അതായത് ഇപ്പം സിംഗിൾ ബോണ്ട് C ഒരു കാർബണിൽ തന്നെ ഹാലജൻ ഓർ ആൽക്കഹോൾ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ജെമിനൽ ഹാലൈഡ്, ജെമിനൽ ഡൈഹാലൈഡ്. ഇപ്പോൾ 2 ഹാലൈഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഡൈഹാലൈഡ് ആണ്, അത് ഒരു കാർബണിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ CH2Cl2 കാണുന്നുണ്ട്, ഡൈക്ലോറോ ഇഥേൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു കാർബണിൽ തന്നെയാണ് 2 ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ജെമിനൽ ഹാലൈഡ്. ഇനി 2 കാർബൺ ഉണ്ട്, അപ്പോൾ അടുത്തടുത്തുള്ള 2 കാർബണിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവരെ വിളിക്കുന്നതാണ് വിസിനൽ ഡൈഹാലൈഡ്. അപ്പം മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അതിന് ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് ജസ്റ്റിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ആ പൊസിഷൻസ് കൂടെ നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, റിങ്ങിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ഫസ്റ്റ് പൊസിഷനിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിനെ നമ്മൾ ഇപ്സോ പൊസിഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഇപ്സോ പൊസിഷൻ്റെ അഡ്ജസൻറ്റ് പൊസിഷൻസിനെ വിളിക്കുന്നതാണ് ഓർത്തോ. ദെൻ ആൾട്ടർനേറ്റിംഗ് പൊസിഷനെ മെറ്റാ, ഓപ്പോസിറ്റ് പൊസിഷൻ പാരാ. ഓക്കെ, ഇപ്സോ പൊസിഷൻ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഇപ്സോയെ വെച്ചിട്ടാണ് ബാക്കി കമ്പയർ ചെയ്യുന്നത്. ഇപ്സോയുടെ ഓപ്പോസിറ്റ് പാരാ, ഇപ്സോയുടെ അഡ്ജസൻറ്റ് 2 പൊസിഷൻസ് വരുന്നത് ഏതാ, ഓർത്തോ, ആൻഡ് ഇപ്സോയുടെ ആൾട്ടർനേറ്റ് പൊസിഷൻസ് മെറ്റാ. Okay, find the minimum number of carbon required for the following compounds to show chain isomerism and position isomerism. So, നമ്മുടെ കുറച്ച് സീരീസ്, ഹോമോലോഗസ് സീരീസ്, ആൽക്കൈൻസ്, ആൽക്കൈൻസ്, ആൽക്കഹോൾ, കീറ്റോൺ, ആൽഡിഹൈഡ്സ്. അപ്പോൾ ഇവർക്കൊക്കെ ചെയിൻ ഐസോമർ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി ഒന്ന് പഠിച്ചു വെക്കാം. ചെയിൻ ഐസോമറിസം കാണിക്കാൻ വേണ്ടി ഇവർക്ക് മിനിമം എത്ര കാർബൺ വേണം നോക്കിയേ. അപ്പം ഏറ്റവും മിനിമം ചെയിൻ ഐസോമറിസത്തിൽ 4 കാർബൺ ആണ്. അപ്പോൾ ഈ 4 കാർബൺ 4 കാർബൺ എങ്കിലും ചെയിൻ ഐസോമറിസം കാണിക്കാൻ വേണ്ടവരാരൊക്കെയാണ്, ആൽക്കൈൻസ്, ആൽക്കീൻസ്, ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്. അപ്പം നമ്മുടെ ആൽക്കൈനെയും കീറ്റോണെയും നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. അപ്പം ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കഹോൾ, ആൽഡിഹൈഡ്. ആരൊക്കെയാണ്, ആൽക്കൈൻ ഉണ്ട്, ആൽക്കീൻ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, ആൽഡിഹൈഡ്സ് ഉണ്ട്. അപ്പം ഇവർ 4 പേരിലും എന്ത് വേണം, 4 കാർബൺ. ഇവർക്ക് 4 പേർക്കും 4 കാർബൺ വേണം ചെയിൻ ഐസോമറിസം കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. മിനിമം ഇവർക്ക് 4 പേർക്കും 4 കാർബണെങ്കിലും ഉണ്ടെങ്കിലേ ചെയിൻ ഐസോമറിസം കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ നമ്മുടെ ആൽക്കൈൻസും അതുപോലെ തന്നെ കീറ്റോൺസും അവർക്ക് എന്ത് വേണം, 5 കാർബൺ വേണം. അതായത് നമ്മുടെ ട്രിപ്പിൾ ബോണ്ടുള്ള ആളും കീറ്റോണും. ഓക്കെ, ആൽക്കൈനും അതുപോലെ തന്നെ കീറ്റോണിനും മിനിമം 5 കാർബണെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ചെയിൻ ഐസോമറിസം കാണിക്കാൻ പറ്റത്തുള്ളൂ. ദെൻ അടുത്തത് പൊസിഷൻ ഐസോമറിസം ആണ്. ഓക്കെ, പൊസിഷൻ ഐസോമറിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആൽക്കൈൻ, ആൽക്കീൻ ആണോ, പൊസിഷൻ ഐസോമറിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കീൻ, ആൽക്കൈൻ ഇവർക്ക് 2 പേർക്കും എന്ത് വേണം, 4 കാർബൺ വേണം. ആൽക്കഹോളിന് 3 കാർബൺ വേണം. അതുപോലെ കീറ്റോണിനും ആൽഡിഹൈഡിനും 5 കാർബൺ വേണം. നമ്മുടെ നോർമൽ ആൽക്കെയിൻസിന് 6 കാർബൺ. അപ്പം നമുക്ക് 3 തുടങ്ങാം. ആൽക്കഹോൾ പൊസിഷൻ ഐസോമറിസം കാണിക്കാൻ 3 കാർബൺ വേണം. ആൽക്കൈൻസിനും ആൽക്കീൻസിനും 4 കാർബൺ വേണം. ദെൻ കീറ്റോൺസിനും ആൽഡിഹൈഡ്സിനും 5 കാർബൺ വേണം. അതുപോലെ ആൽക്കെയിൻസിന് 6 കാർബൺ വേണം. ഓക്കെ, സോ അങ്ങനെയാണ് വരുന്നത് ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം കാണിക്കാനുള്ള മിനിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ദെൻ അടുത്തത് ഫോർ സൈക്ലോ ആൽക്കെയിൻസിൻ്റെ കേസിൽ ചെയിൻ ഐസോമറിസം കാണിക്കാൻ
4 കാർബൺ വേണം. പൊസിഷൻ ഐസോമെറിസം കാണിക്കാൻ വേണ്ടിയിട്ട് 5 കാർബൺ വേണം. ഓക്കെ, സൈക്ലോ ആൽക്കെൻസിൻ്റെ കേസിൽ ചെയിൻ ഐസോമെറിസം 4 കാർബൺ, പൊസിഷൻ ഐസോമെറിസം കാണിക്കാൻ 5 കാർബൺ. അപ്പോൾ നോക്കിയേ, കണ്ടോ, ഇപ്പോൾ 4 കാർബൺ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തു. ഇപ്പോൾ ഒരു ബ്യൂട്ടൈനും സൈക്ലോ ബ്യൂട്ടൈനും ഉണ്ട്, മീഥൈൽ സൈക്ലോ പ്രൊപ്പൈനും ഉണ്ട്. ദെൻ പൊസിഷൻ ഐസോമെറിസം കാണിക്കാൻ വേണ്ടിയിട്ട് 5 കാർബൺ വേണം. ഡൈമീഥൈൽ പ്രൊപ്പൈൻ, അതുപോലെ തന്നെ 1,1 ഡൈമീഥൈൽ പ്രൊപ്പൈനും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗാനിക്, ഇപ്പം സൈക്ലോ ആൽക്കെൻസിൻ്റെ കണ്ടു. ഇനി ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ചെയിൻ ഐസോമെറിസം കാണിക്കാൻ വേണ്ടിയിട്ട് മിനിമം 4 കാർബൺ, പൊസിഷൻ ഐസോമെറിസം കാണിക്കാൻ 2 കാർബൺ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ജെമിനലും വിസിനലും ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത് ജെമിനൽ ഹാലൈഡ് ഓർ ജെമിനൽ ആൽക്കഹോളാണ്. അതിൽ ഇത് വിസിനലാണ്. വിസിനൽ എന്ന് പറയുമ്പോൾ അടുത്തടുത്തുള്ള 2 കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു കാർബണിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജെമിനൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ മിനിമം 2 കാർബൺ മതി ഏത് പൊസിഷൻ ഐസോമെറിസം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മിനിമം 2 കാർബൺ മതി. ഓക്കെ, ദെൻ അടുത്ത ഐസോമെറിസം, അപ്പം നമ്മുടെ ചെയിൻ കണ്ടു, പൊസിഷൻ കണ്ടു, അടുത്തത് റിംഗ് ചെയിൻ. അപ്പം ഈ ഐസോമെറിക് പെയർ അല്ലെങ്കിൽ ഈ ഐസോമെറിസിൽ ഒരാൾ റിംഗ് ഫോമും ഒരാൾ ചെയിൻ ഫോമും ആയിരിക്കും. ഓക്കെ, റിംഗ് ചെയിൻ ഐസോമെറിസം. അപ്പോൾ സെയിം മോളിക്കുലാർ ഫോമുല ബട്ട് ഡിഫറെൻറ്റ് മോഡ് ഓഫ് ലിങ്കേജ്. ലിങ്കേജിൻ്റെ മോഡ് ഡിഫറെൻ്റ് ആണ്. അതായത് ഇഫ് വൺ കോമ്പൗണ്ട് ഈസ് ഓപ്പൺ ചെയിൻ ആൻഡ് അനദർ കോമ്പൗണ്ട് ഈസ് ക്ലോസ്ഡ് ചെയിൻ. ഒരു കോമ്പൗണ്ട് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അടുത്ത കോമ്പൗണ്ട് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, സെയിം മോളിക്കുലാർ ഫോർമുല, പക്ഷേ മോഡ് ഓഫ് ലിങ്കേജ് വ്യത്യാസമാണ്. ഒരാൾ ഓപ്പൺ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ക്ലോസ്ഡ് ചെയിൻ ആയിരിക്കും. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം. ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസത്തിൻ്റെ ഒരു ടൈപ്പും കൂടെയാണ്, കാറ്റഗറിയാണ്. റിംഗ് ചെയിൻ ഐസോമെറിസം ഉണ്ടാക്കാൻ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വേണം. മിനിമം ഒരു മൾട്ടിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ഒരു സൈക്കിൾ വേണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് നമ്മൾ പഠിക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കരുത്, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പോൾ C3H6 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് വേണ്ടത്. സോ ഇവിടെ 1 ഉണ്ട്. ദെൻ C3CH ഡബിൾ ബോണ്ട് CH2, അത് നമ്മുടെ ആൽക്കീൻ, അത് സൈക്ലോ ആൽക്കേൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു റിംഗ് ചെയിൻ, ഒരാൾ ചെയിൻ ഫോമിലും ഒരാൾ റിംഗ് ഫോമിലും, ഒരാൾ ചെയിൻ ഫോമിലും ഒരാൾ റിംഗ് ഫോമിലാണ് ഇരിക്കുന്നത്. സോ ദിസ് ഈസ് റിംഗ് ചെയിൻ ഐസോമെറിസം. ഓക്കെ, ദെൻ C5H8 നമ്മൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആണ് കിട്ടുക. അതായത് 2 സൈക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ബോണ്ടോ 2 ഡബിൾ ബോണ്ടോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ നമ്മൾ നോക്കി. C5H8 നമ്മൾ വരച്ചു, ട്രിപ്പിൾ ബോണ്ട് വരച്ചു. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ പെൻഡ് 2YNE വരച്ചു. ഓക്കെ, പെൻഡ് 2YNE വരച്ചിട്ട് അടുത്തത് കണ്ടോ, മീഥൈൽ സൈക്ലോ ബ്യൂട്ടീനും അതുപോലെ തന്നെ സൈക്ലോ ഹെക്സീനുമാണ് നമ്മൾ അതിൻ്റെ റിംഗ് ചെയിൻ ഐസോമേഴ്സ്. അപ്പോൾ ഇത് ചെയിനാണ്, ചെയിൻ ഫോമിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് ചെയിൻ ഫോം, ഇതെന്താണ് റിംഗ് ഫോമിലുള്ള ഐസോമേഴ്സ് ആണ്. അപ്പോൾ റിംഗ് ചെയിൻ ഐസോമേഴ്സിൽ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഫോമിൽ C5H8 തന്നേക്കാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കണ്ടുപിടിച്ച് നോക്കുക. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ റിംഗ് ചെയിൻ ഐസോമേഴ്സും കാണിക്കില്ല. ഇനി അത് എന്നാലും കാണിക്കുമെന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യുക, ഒരു റിംഗ് ഫോം വരച്ച് നോക്കുക. റിംഗ് ഫോം വരച്ച് നോക്കുമ്പോൾ എന്താണ്, മോളിക്കുലാർ ഫോമിൽ സെയിം ആവുന്നുണ്ട്. സോ റിംഗ് ചെയിൻ ഡിഫറെൻറ്റ് ലിങ്കേജ് വരുന്നതുകൊണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, അപ്പോൾ ഇവിടെ മീഥൈൽ എന്താ മൊത്തത്തിൽ 5 കാർബൺ ഉണ്ട്. സോ ഇവിടെ എന്താ, നമുക്ക് മീഥൈൽ സൈക്ലോ ബ്യൂട്ടീൻ എന്ന് പറയാം. സോ ഇവിടെ എന്താണ്, നോർമലി നമുക്ക് എന്ത് പറയാം, സൈക്ലോ പെൻറ്റീൻ എന്ന് പറയാം. സൈക്ലോ പെൻറ്റീൻ, ഇവിടെ 5 കാർബൺ. അപ്പോൾ പെൻറ്റ് 2 സൈക്ലോ 2 പെൻറ്റീനും 3 മീഥൈൽ ബ്യൂട്ടൈനും എന്താണെന്ന് പറയാം, റിംഗ് ചെയിൻ ഐസോമർസത്തിന് എക്സാമ്പിളാണെന്ന് പറയാം. ഇനി അടുത്ത് നോക്കിയാൽ 1 ബ്യൂട്ടൈൻ ആൻഡ് സൈക്ലോ ബ്യൂട്ടൈൻ, ഇവർ റിംഗ് ചെയിൻ ഐസോമർസത്തിന് എക്സാമ്പിൾ ആണോ? 1 ബ്യൂട്ടൈനും സൈക്ലോ ബ്യൂട്ടൈനും. 1 ബ്യൂട്ടൈൻ ആണ്, ബ്യൂട്ടൈൻ. ഓക്കെ, സോ 1 ബ്യൂട്ടൈൻ വരികയാണ്. 1 ബ്യൂട്ടൈൻ വരുന്ന സമയത്ത് C4H6. ഓക്കെ, C4H6 നമ്മൾ വരച്ച് നോക്കുകയാണ്. C4H6 വരച്ചു, അതാണത് നമ്മുടെ 1 ബ്യൂട്ടൈൻ. ദെൻ സൈക്ലോ ബ്യൂട്ടൈൻ വരച്ച് നോക്കിയപ്പോൾ എന്താണ്, C4H8. സോ നമുക്ക് ഈസി ആയിട്ട് തന്നെ പറയാം അല്ലേ, അവരെന്തല്ല, അവർ റിംഗ് ചെയിൻ അവർ ഐസോമേഴ്സ് തന്നെ അല്ല, എന്താ മോളിക്കുലർ ഫോമുല സെയിം അല്ല. സോ അവർ റിംഗ് ചെയിൻ ഐസോമേഴ്സത്തിന് എക്സാമ്പിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്
ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിംഗ് ചെയിനും പൊസിഷനും ചെയിനും ഒക്കെ കണ്ടു. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം. ഫങ്ഷണൽ ഐസോമറിക് പെയേഴ്സ് നമുക്കറിയാം. അപ്പോൾ ഇത് ബാക്കിയുള്ളതിനേക്കാളും ഈസിയാണ്. നമുക്ക് ആ പെയേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ സെയിം മോളിക്കുലർ ഫോർമുല, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ഹോമോലോഗസ് സീരീസ്. ഓക്കെ, സെയിം ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ജനറൽ ഫോർമുലയും സെയിം ആയിരിക്കും. സോ ആൽക്കഹോൾ ഈതർ പെയർ. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് പെയേഴ്സിനെ പരിചയപ്പെടും. ഏതൊക്കെ പെയേഴ്സാണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ആ പെയേഴ്സ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഭയങ്കര ഈസി. ആ പെയേഴ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ആൽക്കഹോൾ ഈതർ പെയർ. ഓക്കെ, CH3 CH2OH CH3 OCH3 മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ആൽക്കഹോൾ ഈതർ പെയർ ആണ്. ദെൻ ആൽഡിഹൈഡ് കീറ്റോണിൻ്റെ ഒരു പെയർ. ദെൻ ഓക്കെ, ആൽഡിഹൈഡ് കീറ്റോണിൻ്റെ പെയറിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സൈക്ലിക് ഈതറും സൈക്ലിക് ആൽക്കഹോളും. ഓക്കെ, സൈക്ലിക് ആൽക്കഹോളും അതുപോലെ തന്നെ സൈക്ലിക് ഈതറും പറയാൻ പറ്റും. അപ്പോൾ ഈ 4 പേര് നമുക്ക് ഒരു പെയറായിട്ട് പറയാൻ പറ്റും ഇഫ് മോളിക്കുലർ ഫോർമുല ഈസ് സെയിം. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾ ഈതർ പെയർ നോക്കുക. ആൽഡിഹൈഡ് കീറ്റോൺ പെയറിൻ്റെ കൂടെ സൈക്ലിക് ഈതറും സൈക്ലിക് ആൽക്കഹോൾ പെയർ നമുക്ക് പറയാൻ പറ്റും. സൈക്ലോപ്രോപ്പനോൾ നമുക്ക് അവിടെ പറയാൻ പറ്റും. ഇനി നോക്കിയേ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസത്തിൽ വരുന്നതാണ് നമ്മുടെ COOH ഗ്രൂപ്പ്. ദെൻ നോക്കിയേ, കാർബോക്സിലിക് എസ്റ്റർ, കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലിക് എസ്റ്റർ. ദെൻ നോക്കിയേ, ആൽക്കഹോൾ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള CHO ഗ്രൂപ്പ്. കണ്ടോ, ആൽക്കഹോൾ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള CHO ഗ്രൂപ്പ്, അതുപോലെ തന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ കാർബോക്സിലിക് എസ്റ്റർ. അപ്പോൾ ഇതിനെ നമുക്ക് ഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്ന് പറയാം. ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ഓക്കെ, സോ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്, അതുപോലെ തന്നെ കാർബോക്സിലിക് എസ്റ്റർ, അതുപോലെ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഇത് 3 ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സത്തിൻ്റെ ഐസോമറിക് പെയേഴ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേറെ ആരൊക്കെയാണ് പെയറായിട്ട് പറയാൻ പറ്റുന്നതെന്ന് നോക്കാം. നോക്കിയേ, നമ്മുടെ റിംഗ് ചെയിൻ ഐസോമേഴ്സത്തിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സത്തിലും നമുക്ക് ഇവരെ പറയാൻ പറ്റും. നമ്മുടെ സൈക്ലോപ്രോപ്പെയ്ൻ, അതുപോലെ തന്നെ അതിൻ്റെ ആൽക്കീൻ, സൈക്ലിക് ഫോമിൽ എഴുതിയിരിക്കുന്ന നോർമൽ ഫോം നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ ആൽക്കീൻ പറയാൻ പറ്റും. അതുപോലെ തന്നെ സൈക്ലോ ആൽക്കീൻ വിത്ത് ട്രിപ്പിൾ ബോണ്ട്. അതുപോലെ എന്താണ് സൈക്ലോ ആൽക്കെയിൻ, ആൽക്കീനുമായിട്ട് റിംഗ് ചെയിൻ ഐസോമർസത്തിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസത്തിലുമാണ്. അതേപോലെ തന്നെ സൈക്ലോ ആൽക്കീൻ നോർമൽ ആൽക്കൈനുമായിട്ട് റിംഗ് ചെയിൻ ഐസോമർസത്തിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസത്തിലുമാണ്. ഇത് നോക്കിയാൽ പ്രൈമറി സെക്കൻഡറി ടെർഷറി അമീൻസ് അവരെന്താണ് പരസ്പരം ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിക് പെയേഴ്സായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ പ്രൈമറി സെക്കൻഡറി ടെർഷറി അമൈഡ്സ്. ദെൻ നമ്മുടെ സയനൈഡ് ഗ്രൂപ്പ്, അപ്പോൾ CN-NC. ഓക്കെ, സയനൈഡും ഐസോസയനൈഡും. ദെൻ നമ്മുടെ നൈട്രോ ആൽക്കൈൻ, ആൽക്കൈൽ നൈട്രേറ്റ്, നൈട്രോസ്. അപ്പോൾ ഇവരുടെയൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പും അതിൻ്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയല്ലേ. ദെൻ ബെൻസൈൽ ആൽക്കഹോൾ, ഓർത്തോ ക്രിസ്റ്റോൾ, അനിസോൾ. അപ്പം ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒറ്റയടിക്ക് തന്നെ, അപ്പോൾ ഈ പെയേഴ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസത്തിൽ വരുന്നതാണ്. സോ ബെൻസൈൽ ആൽക്കഹോൾ, ഓർത്തോ ക്രിസ്റ്റോൾ, അനിസോളിൻ്റെയൊക്കെ ഫോമിൽ അറിയാമല്ലോ, OCH3 ഗ്രൂപ്പ് വരുന്നതാണ്. ഓക്കെ, അപ്പം ഈ പെയേഴ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം കാണിക്കാൻ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ വേണ്ട മിനിമം കാർബണിൻ്റെ എണ്ണം. അപ്പോൾ നമ്മൾ നോക്കും ഫങ്ഷണൽ ഗ്രൂപ്പൊക്കെയാണ്, ഫങ്ഷണൽ ഗ്രൂപ്പൊക്കെ അറ്റാച്ച് ചെയ്യണം. സോ ഒരു 3 വേണ്ടി വരും. നോക്കിയേ, ഒരു കാർബൺ മതി ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം കാണിക്കാൻ വേണ്ടിയിട്ട്. മിനിമം ഒരു കാർബൺ, ഹൈഡ്രോ കാർബൺ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർബൺ മാത്രം മതി. നോക്കി നമ്മുടെ നൈട്രോയും നൈട്രേറ്റും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. CH3N ഡബിൾ ബോണ്ട് O, N സിംഗിൾ ബോണ്ട് O. കണ്ടോ, അതിനെ നമുക്ക് നൈട്രേറ്റഡ് എന്ന് CH3ONO. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിക് പെയേഴ്സിൽ നമ്മൾ പറഞ്ഞല്ലേ, നൈട്രോ ആൽക്കൈനും അതുപോലെ തന്നെ ആൽക്കൈൽ നൈട്രേറ്റും, നൈട്രോസോ ആൽക്കൈനും അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മിനിമം നമ്പർ ഓഫ് കാർബൺ റിക്വയർഡ് ഫോർ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസ് എന്ന് പറയുന്നത് എത്രയാണ്? ജസ്റ്റ് 1 ആണ്. ഓക്കെ, ദെൻ അടുത്തത് മെറ്റാമറിസം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം കണ്ടു, അത് കാണിക്കുന്ന പെയേഴ്സ് കണ്ടു. മെറ്റാമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ഡിഫറെൻറ്റ് ആൽക്കൈൽ ചെയിൻസ് ഓൺ ഈതർ സൈഡ്സ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ മോളിക്യൂൾ. നമ്മുടെ മോളിക്യൂളിൻ്റെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് വരും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ചെയിൻ വന്നു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ഫിനോമിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, മെറ്റാമറിസം എന്നും. അങ്ങനെ കാണിക്കുന്ന പെയേഴ്സിനെ നമുക്ക് മെറ്റാമേഴ്സ് എന്നും വിളിക്കാം. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഇവിടെ ഇപ്പം ഇസഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൽക്കൈൽ ചെയിൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ചെയിൻസ് ആയിരിക്കും. സോ ദേ ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല, സെയിം പോളിവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. പോളിവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയാൻ റീസൺ ഈ ഇതേപോലെ ഒരു വാലൻസ് മോണോവാലൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. സോ മോണോവാലൻ്റ് അല്ലാതെ പോളിവാലൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്. പോളിവാലൻ്റ് ആയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇപ്പോൾ നമ്മുടെ ഈതർ, അതുപോലെ തന്നെ തയോ ഈതർ,
അങ്ങനെ കുറേ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്നുണ്ട് പോളിവാലൻ്റ് ആയിട്ട്. ഇപ്പം മോണോവാലൻ്റ് എന്ന് പറയുമ്പോൾ മോണോവാലൻറ്റിൽ വരുന്നതാണ് മോണോവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പും അതുപോലെ തന്നെ പോളിവാലൻ്റ്. മോണോവാലൻറ്റിൽ ഇപ്പോൾ നമ്മുടെ ഹാലൈഡ് ഗ്രൂപ്പ്, അതുപോലെ ആൽക്കഹോൾ ഗ്രൂപ്പ്, ഇതൊക്കെ നമുക്ക് എന്തിൽ പറയാം? മോണോവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിൽ പറയാം. സോ പോളിവാലൻറ്റിൽ ഈതർ, തയോ ഈതർ, ഓക്കെ, നമ്മുടെ കീറ്റോൺ, ഇതൊക്കെ നമുക്ക് എന്തിലും പറയാൻ പറ്റും? നമ്മുടെ പോളിവാലൻ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പോളിവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പോളിവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. പോളിവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിൽ തന്നെ ഫങ്ഷണൽ ഐസോമറിസം വരാം, പൊസിഷൻ ഐസോമറിസം വരാം. സോ പോളിവാലൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ബട്ട് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു പോളിവാലൻ്റ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ മെറ്റാമേഴ്സ് എന്തായിരിക്കും? ചെയിൻ ഐസോമർ ആവാം, പൊസിഷൻ ഐസോമർ ആവാം. അപ്പോൾ നമ്മൾ മെറ്റാമറിക് പെയേഴ്സ് കാണിക്കും, നമുക്ക് ആദ്യം നോക്കുമ്പോൾ യെസ് ഇത് ചെയിൻ ഐസോമർസ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് പൊസിഷൻ ഐസോമർസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അതിനോടൊപ്പം ഈ പോളിവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന് അപ്പുറത്തും ഇപ്പുറത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ചെയിൻസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മെറ്റാമറിസം കാണിക്കുന്നുണ്ട്. സോ ചെയിൻ ഐസോമറിസം മെറ്റാമറിസം രണ്ടും കൂടെ ഒരുമിച്ച് കാണിച്ചാൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എപ്പോഴും മെറ്റാമറിസം എന്ന് പറയുന്ന ഫിനോമിനനാണ്. ഓക്കെ, മെറ്റാമേഴ്സ് എന്ന് പറയുന്ന ഫിനോമിനനാണ്. മെറ്റാമറിസത്തിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മെറ്റാമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ കൊടുക്കണം. ഇപ്പോൾ CH3 O CH2 CH2 CH3 സിമ്പിളാണ്. നമുക്കറിയാം ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പും ഇവിടെ ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പും ഉണ്ട്. മൊത്തത്തിൽ എടുക്കുമ്പോൾ C4 ആണ് വരിക. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 2 കാർബൺ, ഇവിടെ 2 കാർബൺ. സോ പോളിവാലൻ്റ് ആയിട്ടുള്ള ഈതർ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ചെയിൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ മെറ്റാമേഴ്സ്. ഓക്കെ, നോക്കിയേ, ഇപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചേക്കാണ്. ഇപ്പോൾ ഒരു റിങ് C⋯O ഒരു സൈക്ലോ ഹെക്സൈൻ റിങ്, ഇത് ബെൻസീൻ റിങ്, സൈക്ലോ ഹെക്സൈൻ റിങ്. അപ്പോൾ ഇവിടുത്തെ C⋯O അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്താണ്? ഒരു സൈക്ലോ ഹെക്സൈൻ, ബെൻസീൻ റിങ് അല്ല, സൈക്ലോ ഹെക്സൈൻ റിങ് ആണ്. ഇവിടുത്തെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബെൻസീൻ റിങ് ആണ്. അതേപോലെ ഈ കോമ്പൗണ്ടിൽ രണ്ടിലും അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, കാരണം ഈ ഗ്രൂപ്പ് എന്താ? സിമ്മട്രിക് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ ഇവിടെയും C⋯O ബെൻസീൻ റിങ് ഉണ്ട്, C⋯O സൈക്ലോ ഹെക്സൈൻ പാർട്ട് ഉണ്ട്. സോ ഇത് നോക്കുമ്പോൾ നമുക്ക് എന്തെന്ന് തോന്നും? മെറ്റാമറിസം ആണ്. പോളിവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന് അപ്പുറത്തും ഇപ്പുറത്തും ഡിഫറെൻ്റ് ആൽക്കൈൽ ചെയിൻസ്. പക്ഷേ ഡിഫറെൻ്റ് ആണോ? ജസ്റ്റ് അപ്പുറത്തും ഒന്ന് മാറ്റി കൊടുത്തേക്കുന്നതേ ഉള്ളൂ. C⋯O ബെൻസീൻ റിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. യെസ്, C⋯O ബെൻസീൻ റിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. C⋯O സൈക്ലോ ഹെക്സൈൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. യെസ്, C⋯O സൈക്ലോ ഹെക്സൈൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവരെന്തല്ല, ഇവരെ കാണുമ്പോൾ നമുക്ക് മെറ്റാമേഴ്സ് ആണെന്ന് തോന്നും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംഭവമില്ലേ, ഹോമോമേഴ്സ്, ഐഡൻറ്റിക്കൽ ആണ്. ദേ ആർ ഹോമോമേഴ്സ് ആണ്. ഇവർ മെറ്റാമേഴ്സ് അല്ല. ഇനി താഴെ കൊടുത്തേക്കുന്നത് നോക്കിയേ, അതേപോലെ തന്നെ കൊടുത്തേക്കാണ്. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് COO ഗ്രൂപ്പാണ്. നമ്മുടെ എസ്റ്റർ കൊടുത്തേക്കുക. അപ്പോൾ ഇവിടെ ഓയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആരാണ്? ഇവിടെ ഓയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള സൈക്ലോ ഹെക്സൈൻ പാർട്ടാണ്. ഇവിടെ ഓയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബെൻസീൻ റിംഗ് ആണ്. ഇവിടെ C⋯O അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബെൻസീൻ റിംഗും ഇവിടെ സൈക്ലോ ഹെക്സൈൻ, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ? അതുപോലെ ഇവിടെയാണെന്ത്? പോളിവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ചെയിൻസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ദേ ആർ കോൾഡ് മെറ്റാമേഴ്സ്. ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മെറ്റാമേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിയേ, C⋯O 5 കാർബൺ. സോ 2 പെൻറ്റനോൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. PCCയിൽ 5 കാർബൺ വരുന്നുണ്ട്. അടുത്ത് നോക്കിയാൽ PCCയിൽ ഇപ്പം കണ്ടോ, രണ്ടാമത്തേൽ കീറ്റോണിൻ്റെ ഗ്രൂപ്പ്, മൂന്നാമത്തേൽ CH3 ഗ്രൂപ്പ് വരുന്നുണ്ട്. പക്ഷേ PCCയിൽ എന്ത് വരുന്നുണ്ട്? 4 കാർബൺ. അപ്പോൾ നമുക്ക് PCCയിൽ ഡിഫറൻസ് ഉണ്ട്, മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പേര് നമ്മൾ എഴുതി നോക്കി. സോ ഇറ്റ് ഷോസ് ചെയിൻ ഐസോമറിസം അലോങ് വിത്ത് മെറ്റാമെറിസവും കാണിക്കുന്നുണ്ട്. നമ്മുടെ പോളിവാലൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വിത്ത് സെയിം മോളിക്കുലാർ ഫോർമുല. അപ്പോൾ ചെയിൻ ഐസോമറിസവും കാണിക്കുന്നുണ്ട്, അതിനോടൊപ്പം മെറ്റാമെറിസവും കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിനാ പ്രിഫറൻസ് കൊടുക്കണ്ടേ? മെറ്റാമെറിസം എന്ന് പറയുന്നത്. അപ്പം ഇവർ നമുക്ക് എന്തെന്ന് പറയാം? ദേ ആർ മെറ്റാമേഴ്സ് എന്ന് പറയാം. ഇനി ഓർത്തിരിക്കേണ്ട അടുത്ത പോയിന്റ്, ആൽക്കീൻ ആൻഡ് സൈക്ലോ ആൽക്കെയിൻസ്. ആരാണ്? ആൽക്കീൻസ് ആൻഡ് സൈക്ലോ ആൽക്കെയിൻസ്. ആൽക്കീൻസും സൈക്ലോ ആൽക്കെയിൻസും മെറ്റാമെറിസം കാണിക്കത്തില്ല. മെറ്റാമെറിസം കാണിക്കാത്ത ആൾക്കാരായിരിക്കാം? ആൽക്കീൻസ് ആൻഡ് സൈക്ലോ ആൽക്കെയിൻ. സൈക്ലോ ആൽക്കെയിൻസും ആൽക്കീൻസും മെറ്റാമെറിസം എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ കാണിക്കത്തില്ല. ഓക്കെ, ഇനി നോക്കിയേ, ഒരു ബെൻസീനോയിഡ് കോമ്പൗണ്ടിൽ എത്ര സ്ട്രക്ചറൽ ഐസോമറിസം കാണിക്കാം? ഒരു ബെൻസീനോയിഡ് കോമ്പൗണ്ടിന്
എത്ര സ്ട്രക്ചറൽ ഐസോമെറിസം കാണിക്കുക. അപ്പോൾ നിങ്ങളൊരു ബെൻസീനോട് കോമ്പൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് വരച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. തന്നേക്കുന്ന കോമ്പൗണ്ട് എടുക്കുക, അതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ നമ്മൾ കണ്ടാണ്. അപ്പോൾ നമ്മൾ തന്നേക്കുന്ന കോമ്പൗണ്ട് എടുക്കുക, അതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ C7H8 ആയിരുന്നു ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ നമ്മുടെ ഇക്വേഷൻ, C+1 - H+X-N/2 ആ ഇക്വേഷനെ കുറിച്ച് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടിയാൽ കണ്ടുപിടിക്കുന്ന പറയണ്ടല്ലോ. ദെൻ നമ്മുടെ ബെൻസീൻ റിംഗ് ആണ്. അപ്പോൾ C6H5 ഇതിൽ നിന്ന് കുറയ്ക്കുക. നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുലയിൽ നിന്ന് ഒരു C6H5 കുറയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും? നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂൻറ്റ്, ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂൻറ്റിൻ്റെ മോളിക്കുലർ ഫോർമുല കിട്ടും. അതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്കെന്താ ഇവിടെ കിട്ടിയത്? പയ്യും ഇല്ല, അതായത് 0 എന്നാണ് കിട്ടിയത്. പയ്യും ഇല്ല, റിങ്ങും ഇല്ല, അതായത് ഡബിൾ ബോണ്ടഡ് സിസ്റ്റോ അല്ല, റിങ്ങും അല്ല സബ്സ്റ്റിറ്റ്യൂൻറ്റ്. അപ്പോൾ ബെൻസീൻ റിംഗ് അങ്ങോട്ട് വരച്ചതിന് ശേഷം ഈ OCH3 വരാൻ പോസിബിലിറ്റി ഉള്ള എല്ലാ സ്ട്രക്ചേഴ്സും നിങ്ങൾക്ക് വരയ്ക്കാം. OCH3 വരാം. അപ്പോൾ നമ്മൾ ആദ്യം OCH3 തന്നെ വരച്ചു. ഇതാരാ? നമ്മുടെ മിഥോക്സി ബെൻസീൻ ആരാ? എനിസോൾ. ദെൻ OCH3 അല്ലേ, CH2OH വരച്ചൂടെ, ബെൻസൈൽ ആൽക്കഹോൾ. ദെൻ OH ഇട്ടിട്ട് CH3 വരച്ചൂടെ, OH ഇട്ടിട്ട് CH3 അടുത്ത പൊസിഷനിലിട്ട് വരച്ചൂടെ. ഇതാ ഓർത്തോ ക്രിസോള്, മെറ്റാ ക്രിസോള്, പാരാ ക്രിസോളൊക്കെ നമ്മൾ പഠിച്ചില്ലേ. സോ അതേപോലെ OH CH3 മെറ്റാ ഓർത്തോ പൊസിഷൻ, മെറ്റാ പൊസിഷൻ, പാരാ പൊസിഷൻ. മൊത്തത്തിൽ നമുക്ക് എത്ര ഐസോമേഴ്സ് നമ്മൾ വരച്ചു? 1 2 3 4 5. അപ്പം ഈ തന്നേക്കുന്ന ബെൻസീനോട് കോമ്പൗണ്ടിന് നമ്മൾ മൊത്തത്തിൽ 5 എന്ത് വരച്ചു? സ്ട്രക്ചറൽ ഐസോമേഴ്സ് നമ്മൾ വരച്ചു. ഓക്കെ, അതിൽ എയും ബിയും നമ്മൾ നോക്കുക. OCH3 CH2OH. അവിടെ എന്താ? ഒരു ഈതർ ഗ്രൂപ്പും ആൽക്കഹോൾ ഗ്രൂപ്പും. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ദെൻ എയും സിയും ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ദെൻ ബിയും സിയും നോക്കി, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം വന്നിട്ടുണ്ട്. ദെൻ CD പൊസിഷൻ ഐസോമറിസം. ഓക്കെ, സോ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ ഇത്രയും എന്താണ് പല ടൈപ്പ്. അപ്പം ഐസോമറിക് പെയേഴ്സ് എത്രണ്ണം? 1 2 3 4 5 വരച്ചു. ഐസോമേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് കാണിക്കുന്ന 3 പെയർ, പൊസിഷൻ ഐസോമറിസം കാണിക്കുന്ന 3 പെയർ. ഓക്കെ, in which of the following compounds all carbon atoms are collinear or straight line? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ കോമ്പൗണ്ട്സിലാണ് കാർബൺ ആറ്റം, ഇപ്പം ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ കാർബൺ ആറ്റംസ് കൊളീനിയർ ആയിട്ട്, അതായത് കൊളീനിയർ എന്ന് പറയുമ്പോൾ കാർബൺ ആറ്റംസ് എങ്ങനെ ഇരിക്കണം? സ്ട്രെയിറ്റ് ചെയിനിലിരിക്കണം, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ബോണ്ട് ആംഗിളൊന്നും വന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ബെൻഡ് ചെയ്യാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, CH3 CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് sp3 കാർബൺ, sp2 കാർബൺ, ഡബിൾ ബോണ്ടിൻ്റെ ഇടയിലുള്ളത് sp2 കാർബൺ. ഞാൻ എന്ത് വളച്ച് വരച്ചു? ഇവിടെ നേരെ കൊടുത്തിട്ട് സാധനം വളച്ച് വരച്ചു. ബിക്കോസ് sp2 ഹൈബ്രിഡൈസേഷൻ ദർ ഈസ് ചേഞ്ച് ഇൻ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ചേഞ്ച് വരും. ഓക്കെ, അടുത്ത ട്രിപ്പിൾ ബോണ്ട് നമ്മൾ വരയ്ക്കാം. ഓക്കെ, 1 2 3 4 sp3 sp ട്രിപ്പിൾ ബോണ്ട് അല്ലേ. ദെൻ അഗെയിൻ sp3. ഇവിടെ എന്തില്ല? ആംഗിൾ ഇല്ല, 0 ഡിഗ്രി 180 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത് അല്ലേ. ദെൻ അടുത്ത് നോക്കിയേ, ഡബിൾ ബോണ്ടിന് അവിടെയാണ് sp2 വരുന്നത്. ബാക്കിയൊക്കെ എന്താ? sp3 sp3 കണ്ടോ? ഇവിടെ കൊളീനിയർ ആയിട്ട് വന്നിട്ട് ഇവിടെ ബെൻഡായി വന്നു. അടുത്ത മൊത്തം സിംഗിൾ ബോണ്ടാണ്. മൊത്തം സിംഗിൾ ബോണ്ട് വരുമ്പോൾ എന്താ? sp3 ആണ് ഹൈബ്രിഡൈസേഷൻ. sp3 കാർബൺ ടെട്രാഹീഡ്രൽ ഷേപ്പ് 109 ഡിഗ്രി 28 മിനിറ്റ്. 109 ഡിഗ്രി 28 മിനിറ്റ്. ഇത്രയാണ് അവിടുത്തെ ബോണ്ട് ആംഗിൾ. അപ്പോൾ കൊളീനിയർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളത് sp ഹൈബ്രിഡൈസേഷൻ, അതായത് നമ്മുടെ ട്രിപ്പിൾ ബോണ്ടഡ് സിസ്റ്റമാണ് കൊളീനിയർ ആയിട്ട് കാണുന്നത്. സോ പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ നമ്മുടെ സ്ട്രക്ചറൽ ഐസോമേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. ഓക്കെ, കോൺസെപ്റ്റും എക്സെപ്ഷണൽ കേസും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. ഓക്കെ, എന്താണ് സ്റ്റീരിയോ ഐസോമേഴ്സം? യെസ്, അപ്പം നമ്മുടെ അനദർ ടൈപ്പ് ഓഫ് ഐസോമേഴ്സം സ്റ്റീരിയോ ഐസോമേഴ്സം. സോ സ്റ്റീരിയോ ഐസോമേഴ്സും നമ്മുടെ ചെയിൻ ഐസോമേഴ്സത്തിൻ്റെ നമ്മുടെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ തോന്നും യെസ് ചെയിൻ ഐസോമേഴ്സ് ആണ്. പക്ഷേ ഡിഫറെൻറ്റ് spatial arrangement in 3D space. Different
സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഇൻ 3D സ്പേസ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റീരിയോ ഐസോമേഴ്സ് നമ്മൾ ഇത്രയും നേരം നമ്മൾ പ്ലെയിനിൽ നമ്മളെ നമ്മുടെ കോമ്പൗണ്ട്സിന് നമ്മളൊരു പേപ്പറിൽ നമ്മൾ വരച്ച് വെച്ച് പഠിച്ച കണക്കല്ല നമ്മൾ അടുത്ത ഐസോമേഴ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നമ്മുടെ മോളിക്യൂൾസിനെ സ്പേസിൽ നമ്മൾ ഇമാജിൻ ചെയ്യണം. നമ്മുടെ ബോണ്ടൊക്കെ നമ്മളിങ്ങനെ സ്പേസിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഈ ബോണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കാർബൺ ആറ്റം, ഇവിടുന്ന് ഇങ്ങനെ കാർബൺ ആറ്റം നിൽക്കുന്നു, ഇവിടുന്ന് ഇങ്ങനെ കാർബൺ നിൽക്കുന്നു. സോ 3D ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോമ്പൗണ്ടിനെ ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ 3D സ്പേസിലെടുത്ത് വെക്കുമ്പോൾ കോമ്പൗണ്ട്സിൻ്റെ അറേഞ്ച്മെൻറ്റിൽ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വിച്ച് ഈസ് കോൾഡ് സ്റ്റീരിയോ ഐസോമേഴ്സ്. ഈ സ്റ്റീരിയോ ഐസോമേഴ്സിൽ തന്നെ കൺഫോർമേഷനിലും ഉണ്ട്, കോൺഫിഗറേഷനിലും ഉണ്ട്. അപ്പോൾ കൺഫോർമേഷനിലാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോൺഫിഗറേഷനിലുള്ളത് കൂടുതൽ നമുക്ക് എക്സാമിന് കുറേ കാര്യങ്ങൾ ചോദിക്കും. ജോമെട്രിക്കൽ ഐസോമേഴ്സ് കാണിക്കുന്നുണ്ടോ, ഒരു ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒപ്റ്റിക്കലിനേക്കാളും കുറച്ചും കൂടി ട്രിക്കി ആയിട്ട് ജോമെട്രിക്കലിൽ കോമ്പൗണ്ട്സ് വരും. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മളിപ്പോൾ കോർഡിനേഷൻ്റെ ചാപ്റ്ററിൽ ഇനോർഗാനിക്കിലും നമ്മൾ ഈ ജോമെട്രിക്കൽ അതുപോലെ ഒപ്റ്റിക്കലൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ കൺഫോർമേഷൻ ഐസോമേഴ്സ് എന്താ നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിന് മുമ്പ് കണ്ടോ ഈ ഐസോമേഴ്സ് ഇരിക്കുന്നത് കണ്ടോ. ഇപ്പോൾ ഡബിൾ ബോണ്ടഡ് സിസ്റ്റം, അപ്പോൾ ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബോണ്ടിൻ്റെ ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ശരിക്കും കൺഫർമേഷനിൽ വരുന്നതല്ല, കോൺഫിഗറേഷനിൽ നമ്മുടെ ജോമെട്രിക്കലിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഈ സെയിം ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ അടുത്തതിൽ കണ്ടോ ഓപ്പോസിറ്റ് കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊന്നും കണ്ട് കൺഫ്യൂഷനാണ്. നമുക്ക് ആദ്യം കൺഫോർമേഷൻ ഐസോമേഴ്സ് എന്താണെന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, കൺഫോർമേഷൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ സ്പേസ് ഡ്യൂ ടു ഫ്രീ റൊട്ടേഷൻ അബൌട്ട് സിംഗിൾ ബോണ്ട് ഓർ സിഗ്മ ബോണ്ട്. അപ്പോൾ കൺഫോർമേഷണൽ ഐസോമറിസം എപ്പോഴും പറയുന്നത് സിംഗിൾ ബോണ്ടഡ് സിസ്റ്റത്തിനാണ്. അതായത് ആൽക്കെയിൻസ്, സാച്ചുറേറ്റഡ് സിസ്റ്റംസ്, സിംഗിൾ ബോണ്ടഡ് സിസ്റ്റം അല്ലെങ്കിൽ സിഗ്മ ബോണ്ടഡ് സിസ്റ്റത്തിൽ മാത്രമാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, കൺഫോർമേഷണൽ ഐസോമറിസം. കൺഫോർമേഷണൽ ഐസോമറിസം നടക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇത് എൻ്റെ ഈ 2 എഡ്ജിൽ എനിക്ക് കാർബൺ ഉണ്ട്. അപ്പോൾ ഈ കാർബണിന് ഈ ഒരു ബോണ്ട് കൂടാണ്ട് ബാക്കി റെസ്റ്റ് 3 വാലൻസി ഉണ്ട്. ഇപ്പോൾ 3 ഹൈഡ്രജൻ ഇരിക്കുകയെന്ന് വിചാരിക്കാം. അതേപോലെ ഈ കാർബണിലും ആരുണ്ട്, 3 ആൾക്കാർ 3 ഡയറക്ഷനിലായിട്ട് XYZ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സിഗ്മ ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആ ബോണ്ടിൻ്റെ പേരാണ് സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു ഒറ്റ ബോണ്ടേ ഉള്ളൂ, വലിയ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. സുഖമായിട്ട് ഈ 3 കറങ്ങി പല പല ആംഗിളിൽ കറങ്ങി ഇങ്ങനെ പോവല്ലേ. ഇങ്ങനെ നമുക്ക് മൊത്തത്തിലൊരു 360 ഡിഗ്രി നമുക്ക് മൊത്തത്തിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, കറക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല, നമ്മളൊരു ഇർക്കിൽ 2 ലെമൺ ചെയ്തിട്ട് ഒരെണ്ണത്തിനെ ഫിക്സ് ചെയ്തിട്ട് ഒരെണ്ണത്തിനെ കറക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ ഫിക്സ് ചെയ്തിട്ട് ഇതിനെ കറക്കുന്നു. സോ അങ്ങനെ കറക്കുന്ന സമയത്ത് പല 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 ഷേപ്സ് നമുക്ക്, പല പല പ്രൊജക്ഷൻസ് ഓർ കൺഫോർമേഷൻസ് നമുക്ക് കിട്ടും. ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺഫോർമേഷണൽ ഐസോമേഴ്സം എന്ന് പറയുന്നത്. ഇവരെ നമ്മൾ അത്രയും സ്യൂഡോ ഐസോമേഴ്സ്, റിയൽ അല്ല. കാരണം നമ്മൾ ഇങ്ങനെ കറക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോമാണ്, മറ്റതുപോലത്തെ ഐസോമേഴ്സ് അല്ല. അതുകൊണ്ട് നമ്മൾ ഇവരെന്താ പറയുന്നത്, സ്യൂഡോ ഐസോമേഴ്സ് എന്നിവരെ വിളിക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിൽ ഇന്റർ കൺവേർഷൻ ഈസ് പോസിബിൾ എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് അതൊന്നും വേണ്ട. ദേ ആർ കോൾഡ് റൊട്ടാമേഴ്സ്. അവരെ നമ്മൾ റൊട്ടാമേഴ്സ് എന്ന് വിളിക്കുന്നു ബിക്കോസ് ദേ ക്യാൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംഗിൾ ബോണ്ടഡ് സിസ്റ്റം അല്ലെങ്കിൽ സിഗ്മ ഉള്ള സിസ്റ്റം, അപ്പം നോക്കി ABCD സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഇവരുടെ ഇടയിലെല്ലാം സിഗ്മ ബോണ്ട് ആയതുകൊണ്ട് ദേ ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി. നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു ഡബിൾ ബോണ്ടാണ്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഡബിൾ ബോണ്ട് A ഡബിൾ ബോണ്ട് B സിംഗിൾ ബോണ്ട് CD, ഇവിടെയുണ്ട് സിഗ്മ, ഇവിടെയുണ്ട് സിഗ്മ, ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെ ആരുണ്ട്, പൈ ഉണ്ട്. സോ അവിടെ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല. സോ അത് നമ്മൾ ശ്രദ്ധിക്കാം. ദെൻ C3H6 NH20 നമ്മുടെ ഹൈഡ്രസീൻ, ഇവരൊക്കെ കൺഫോർമേഷണൽ ഐസോമേഴ്സ് കാണിക്കുന്നവരാണ്. CH4 ഡസ് നോട്ട് ഷോ കൺഫോർമേഷണൽ ഐസോമേഴ്സ്. ഒരു കാർബണേ ഉള്ളൂ അല്ലേ, നമുക്ക് കറക്കാൻ പറ്റത്തില്ല പിടിച്ചു വെച്ച്. ഓക്കെ, സോ അവിടെ എന്തില്ല, അവിടെ കൺഫോർമേഷണൽ ഐസോമേഴ്സ് പോസിബിൾ അല്ല. ഓക്കെ, സോ നമ്മുടെ നോട്ട് നോക്കി, ഇങ്ങനെയുള്ള നോട്ട്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. ഓൾ ആൽക്കെയിൻസ് എക്സെപ്റ്റ് മീഥൈൻ ആൻഡ് ഓൾ സൈക്ലോ ആൽക്കെയിൻസ് എക്സെപ്റ്റ് സൈക്ലോപ്രൊപ്പൈൻ ഷോസ് കൺഫോർമേഷണൽ ഐസോമറിസം. എല്ലാ ആൽക്കെയിൻസും എല്ലാ സൈക്ലോ ആൽക്കെയിൻസും എന്ത് കാണിക്കുന്നുണ്ട്, കൺഫോർമേഷണൽ ഐസോമറിസം കാണിക്കുന്നുണ്ട്. എക്സെപ്റ്റ്, ഇത്രയും പറഞ്ഞത് കേട്ടപ്പോഴേ ബാക്കി കൂടെ കേൾക്കണം. ആര് കാണിക്കുന്നില്ല, നമ്മുടെ മീഥൈനും അതുപോലെ സൈക്ലോപ്രൊപ്പൈൻ, അതായത് സൈക്ലിക് സിസ്റ്റത്തിലെ ആദ്യത്തെ മെമ്പർ. സൈക്ലോ ആൽക്കെയിൻസിലെ ആദ്യത്തെ മെമ്പറാണ് സൈക്ലോപ്രൊപ്പൈൻ. അതുപോലെ നമ്മുടെ ആൽക്കെയിൻസിലെ ആദ്യത്തെ മെമ്പറാണ് ആൽക്കെയിൻസ്. ഇവർ രണ്ടും എന്ത് കാണിക്കുന്നില്ല, കൺഫോർമേഷണൽ ഐസോമറിസം കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഐസോമറിസത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ കാണിക്കില്ല എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം.
അപ്പോൾ ഈ കൺഫർമേഷണൽ ഐസോമെറിസം അല്ലെങ്കിൽ ഈ റൊട്ടേഷൻ്റെ ഭാഗമായിട്ട് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്ന പല പല ഫോംസിനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രൊജക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, പല പല പേരിലാണ് പ്രൊജക്ഷൻസ് അറിയപ്പെടുന്നത്. സോഹേഴ്സ് പ്രൊജക്ഷൻ, അതുപോലെ തന്നെ ന്യൂമാൻ പ്രൊജക്ഷൻ. സോഹേഴ്സ് പ്രൊജക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ പോലെ കൊടുക്കുന്നതാണ് സോഹേഴ്സ് പ്രൊജക്ഷൻ. സൈഡ് വ്യൂ പ്രൊജക്ഷൻ എന്നാണ് ഇവർ നമ്മൾ വിളിക്കുന്നത്. സൈഡ് വ്യൂ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ 2 കാർബണും ഒരേപോലെ സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് നമ്മൾ എക്ലിപ്സ്ഡ് എന്നും, അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇതേപോലെ ഒന്ന് ഇങ്ങനെയും ഒന്ന് അതിന് നേരെ ഇൻവേർട്ടഡ് ആയിട്ടും കാണുന്നതിന് നമ്മൾ സ്റ്റാഗേർഡ് കൺഫോർമേഷൻ എന്നും വിളിക്കും. ഓക്കെ, എക്ലിപ്സ്ഡ് കൺഫോർമേഷനും അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാഗേർഡ് കൺഫോർമേഷൻ. റൊട്ടേഷൻ 60 ഡിഗ്രിയാണ് കൊടുത്തിട്ടുള്ളത്. 60 ഡിഗ്രി കൊടുക്കുമ്പോഴാണ് ഇത് തല കീഴായിട്ട് റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ എക്ലിപ്സ്ഡ് എന്തായിട്ട് മാറുന്നു? സ്റ്റാഗേർഡ് ആയിട്ട് മാറുന്നു. സോ ഇത് സോഹേഴ്സ് പ്രൊജക്ഷനിലുള്ളതാണ്. ഓക്കെ, സോഹേഴ്സ് പ്രൊജക്ഷൻ. സോഹേഴ്സ് പ്രൊജക്ഷനിൽ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. ഇനി അടുത്ത് നോക്കി ന്യൂമാൻ പ്രൊജക്ഷൻ. ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ. നമ്മൾ ഫ്രണ്ടിൽ കൂടെ, മറ്റേത് സൈഡിൽ കൂടെ ഒരു മോളിക്യൂളിനെ, ഇങ്ങനെ ഇരിക്കുന്ന മോളിക്യൂളിനെ നമ്മൾ സൈഡിൽ കൂടെ നോക്കുമായിരുന്നു. ഇതാ ഇങ്ങനെ നമ്മൾ നോക്കുക, ഇങ്ങനെ ഫ്രണ്ട് വ്യൂ ആയിട്ട് നോക്കുക. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ മോളിക്യൂൾ ഇപ്പം ഇവിടെയും ഉണ്ട് കാർബൺ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് വ്യൂ ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു ഫ്രണ്ടിലെ കാർബൺ ഉണ്ട്, ബാക്കിലൊരു കാർബൺ ഉണ്ട്. ഫ്രണ്ടിലെ കാർബൺ ഞാനൊരു ഡോട്ട് വെച്ചിട്ടും ബാക്കിലെ കാർബൺ ഞാനൊരു സർക്കിൾ വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ. ഓക്കെ, ഇതിലും എക്ലിപ്സ്ഡും ഉണ്ട് സ്റ്റാഗേർഡും ഉണ്ട്. എക്ലിപ്സ്ഡ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ വരും, സ്റ്റാഗേർഡിൽ തിരിഞ്ഞിട്ട് വരും. 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബോണ്ടിനെ ഫിക്സ് ചെയ്തുകൊണ്ട് മറ്റേനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് കൺഫർമേഷൻ എന്ന് പറഞ്ഞു. അതിൻ്റെ 2 എക്സ്ട്രീം കൺഫർമേഷൻസ് ആണ്. ഒന്ന് എന്ത്? എക്ലിപ്സ്ഡും, ഒന്നുകിൽ എക്ലിപ്സ്ഡ് നേരെ, ഒന്നുകിൽ തല തിരിഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഈസ് സ്റ്റാഗേർഡ്. അപ്പോൾ 2 എക്സ്ട്രീംസ് ആണ് കൺഫർമേഷന്. 2 എക്സ്ട്രീംസ് ആണ് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. ഇതിൻ്റെ ഇടയിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കൺഫർമേഷൻ. കാരണം ഇത് ഇങ്ങനെ കറങ്ങി പോവല്ലേ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതൊരു ആംഗിൾ, അടുത്ത ആംഗിൾ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എന്തുണ്ട്? കൺഫർമേഷൻസ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്യൂ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കൺഫർമേഷൻ വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്യൂ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്യൂ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെബിലിറ്റി ഓഫ് എ മോളിക്യൂൾ. ഇനി നമുക്കൊരു മോളിക്യൂളിലെ സ്റ്റെബിലിറ്റി, അപ്പോൾ ഈ കൺഫർമേഷനൊക്കെ കാണിക്കുക ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്? എക്ലിപ്സ്ഡിനാണോ സ്റ്റാഗേർഡിനാണോ കൺഫേം? അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ടേമാണ്. സ്റ്റെറിക് സ്ട്രെയിനും അതുപോലെ തന്നെ ടോർഷണൽ സ്ട്രെയിനും, വാണ്ടർവാൾ സ്ട്രെയിൻ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഈ ഗ്രൂപ്പുകളില്ലേ, നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ വരുന്ന ഒരു റിപ്പൽഷൻ, സെയിം ചാർജുള്ള ഗ്രൂപ്പൊക്കെ വരുമ്പോൾ അവർ തമ്മിലുള്ള ഒരു റിപ്പൽഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ട്രെയിനെ നമ്മൾ സ്റ്റെറിക് സ്ട്രെയിൻ എന്നും, പിന്നെ ഈ ബോണ്ട് പെയറുകൾ, ആറ്റംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോണ്ട് പെയറുകൾ തമ്മിൽ അടുത്തടുത്ത് വരുമ്പോൾ അവരിലുണ്ടാകുന്ന റിപ്പൽഷനെ നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയും. അങ്ങനെ 2 സ്ട്രെയിനാണ് നമ്മുടെ കൺഫർമേഷനിൽ കാണാൻ പറ്റുന്നത്. സ്റ്റെറിക് സ്ട്രെയിനും ആറ്റംസ് വഴി ഉണ്ടാകുന്ന സ്ട്രെയിനെ നമ്മൾ സ്റ്റെറിക് സ്ട്രെയിൻ എന്നും, ബോണ്ട് വഴി ഉണ്ടാകുന്ന സ്ട്രെയിനെ നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്നും പറയുന്നു. അപ്പോൾ ഈ സ്ട്രെയിൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ എനർജി കൂടുകയും സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യും. എവിടെയാണോ ഈ സ്ട്രെയിൻ, ഈ റിപ്പൽഷൻ കൂടുതൽ, അവർക്ക് ഭയങ്കര എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. എനർജി കൂടുതലായിരിക്കും, അവിടെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. എനർജി കൂടിയാൽ സ്റ്റെബിലിറ്റി കുറയും. ഓക്കെ, സോ അതുപോലെ ആംഗിൾ ഓഫ് ടോർഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡൈഹൈഡ്രൽ, ഈ കറങ്ങുന്ന ഒരു ആംഗിൾ, ഒന്നിനെ ഫിക്സ് ചെയ്തിട്ട് അടുത്തന്നെ കറക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ടോർഷൻ ഓർ ആംഗിൾ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഡൈഹൈഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് കൺഫർമേഷൻ എടുത്താലും അവരുടെ ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്തും സെയിം ആയിരിക്കും. പക്ഷേ ഡൈഹൈഡ്രൽ ആംഗിൾ ആയിരിക്കും വേരി ചെയ്യുന്നത്. ഈ ഡൈഹീഡ്രൽ ആംഗിൾ വേരി ചെയ്തുകൊണ്ടിരിക്കും. ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്തൊക്കെ സെയിം ആയിരിക്കും. ഡൈഹീഡ്രൽ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ അവർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോർഷണൽ സ്ട്രെയിൻ, സ്റ്റെറിക് സ്ട്രെയിൻ, ഇവർ എനർജി സ്റ്റെബിലിറ്റി ആയിട്ടുള്ള റിലേഷൻ. അപ്പോൾ ഈ കൺഫർമേഷൻ തന്നിട്ട് ഇവർക്ക് എനർജിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, സ്റ്റെബിലിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഈഥൈൻ്റെ കൺഫർമേഷനാണ്. ഈഥൈൻ എക്ലിപ്സ്ഡ് ഫോമിൽ സെയിം ഡയറക്ഷനിൽ നിൽക്കുന്നുണ്ട്. 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ സ്റ്റാഗേർഡ് ഫോമിലായിട്ട് മാറി. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നോക്കിയേ, ഈ എക്ലിപ്സ്ഡിൽ നോക്കിയേ, ഈ 2 ഹൈഡ്രജൻസ് തമ്മിൽ അടുത്തടുത്തായിരിക്കുന്നത്. അതായത് അവർ ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കുന്നത്. ക്ലോസ് എന്ന് പറയുമ്പോൾ അവരുടെ റിപ്പൽഷൻ കൂടുതലാണ്, റിപ്പൽസീവ് അട്രാക്ഷൻ അവിടെ കൂടുതലാണ്. സോ മാക്സിമം സ്ട്രെയിൻ കൊടുത്ത് അവരിങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. റിപ്പൽഷൻ ആയതുകൊണ്ട് ഭയങ്കര സ്ട്രെയിൻ കൊടുത്തിട്ടാണ് അവർ നിൽക്കുന്നത് എക്ലിപ്സ്ഡിൽ. സ്ട്രെയിൻ കൂടി ആര് കൂടും? എനർജി കൂടും. സോ ആര് കുറയും? സ്റ്റെബിലിറ്റി കുറയും. അതായത് എക്ലിപ്സ്ഡിന് സ്റ്റെബിലിറ്റി കുറവാണ്. ഒരൊറ്റ കാര്യം പഠിച്ചു വെക്കുക, എക്ലിപ്സ്ഡിന് സ്റ്റെബിലിറ്റി കുറവാണ്. അടുത്ത് നോക്കിയേ,
സ്റ്റാഗേർഡിൽ ഒരു 60 ഡിഗ്രി, ഇവിടെ 0 ഡിഗ്രി ആണ് ഡൈഹീഡ്രൽ ആംഗിൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള, അത്രയും ക്ലോസ്ഡ് ആണ്. പക്ഷെ സ്റ്റാഗേർഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഗേർഡിൽ ആ രണ്ട് ഹൈഡ്രജനായിട്ട് തമ്മിൽ ഒരു 60 ഡിഗ്രി ആംഗിളിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് മിനിമം സ്ട്രെയിൻ ആണ്, കുറച്ച് അകന്നാണ് നിൽക്കുന്ന, റിപ്പൽഷൻ ഇല്ല, എനർജിയും അതുപോലെ കുറവാണ്. സോ ദേ ഹാവ് മാക്സിമം സ്റ്റെബിലിറ്റി. അപ്പോൾ ആർക്കാണ് ഇതിൻ്റെ കൺഫർമേഷനിൽ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും ഉണ്ട്. ആരാ കൂടുതൽ സ്റ്റേബിൾ? സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഈസ് ഹൈലി സ്റ്റേബിൾ. അപ്പോൾ ഒരൊറ്റ പോയിന്റ് പഠിച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് എനർജി കുറവാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗ്രാഫും കൊടുത്തിട്ടുണ്ട്, ആ ഗ്രാഫ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഡൈഹീഡ്രൽ ആംഗിളും പൊട്ടൻഷ്യൽ എനർജിയും വെച്ചിട്ടുള്ള ഗ്രാഫാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, എക്ലിപ്സ്ഡ് കണ്ടോ, എക്ലിപ്സ്ഡിന് എന്താ എനർജി കൂടുതലാണ്. എനർജിയുടെ ഗ്രാഫ് എക്ലിപ്സ്ഡിന് എനർജി കൂടുതലാണ്. അതിങ്ങനെ താഴേക്ക് വന്നു, സ്റ്റാഗേർഡിന് എനർജി കുറവ്, സ്റ്റെബിലിറ്റി. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. 60 ഡിഗ്രിയിൽ കറക്കിയപ്പോഴല്ലേ കണ്ടോ, 60 ഡിഗ്രിയിൽ കറക്കിയപ്പോൾ സ്റ്റാഗേർഡായി. സോ അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ കണ്ടാൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൺഫർമേഷൻസ് കാണാം. ഇവരെയാണ് നമ്മൾ സ്ക്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്ലിപ്സ്ഡ്, സ്റ്റാഗേർഡ്, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കൺഫർമേഷനാണ് സ്ക്യൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി കൂടുതൽ ആർക്കാ? എക്ലിപ്സ്ഡിനാണ് എനർജി കൂടുതൽ, എക്ലിപ്സ്ഡ്. അതിൻ്റെ ഇടയിൽ സ്ക്യൂ, സ്റ്റാഗേർഡ്. അപ്പോൾ സ്റ്റെബിലിറ്റി പറയുമ്പോൾ സ്ക്യൂവും കൂടെ പറയാം. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി സ്റ്റാഗേർഡ്, സ്ക്യൂ, എക്ലിപ്സ്. ഏതെങ്കിലും ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. സ്റ്റെബിലിറ്റി കൂടുതൽ സ്റ്റാഗേർഡിനാണ്. സ്റ്റെബിലിറ്റി സ്റ്റാഗേർഡ് എന്ന് പഠിച്ചു വെക്കുക. സ്റ്റാഗേർഡ് ആണ് സ്റ്റേബിൾ, സ്റ്റാഗേർഡ് ആണ് എന്ത്? സ്റ്റേബിൾ. ഓക്കെ, സ്റ്റാഗേർഡ് ആണ് സ്റ്റേബിൾ, ദെൻ സ്ക്യൂ, ദെൻ എക്ലിപ്സ്ഡ്. ക്ലിയർ? ഈസി അല്ലേ? ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ദെൻ എൻ ബ്യൂട്ടൈൻ്റെതാണ്. അപ്പോൾ നമ്മൾ ഈഥൈൻ കണ്ടു, എൻ ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. മറ്റേ ഹൈഡ്രജൻ മാത്രമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ C1 C2 റൊട്ടേഷൻ ഓർ C3 C4, അതായത് ഇവർ രണ്ടും ഉള്ളത്, ഇവർ രണ്ടും തമ്മിലുള്ളത് രണ്ട് സെയിം ആയിരിക്കും. പിന്നെ ഇവർ രണ്ടും തമ്മിലുള്ളത് അത് കുറച്ച് വ്യത്യാസമായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് C1 C2 റൊട്ടേഷൻ നമ്മൾ നോക്കിയാൽ നമുക്ക് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും നമ്മുടെ നോർമൽ ഈഥൈൻ്റെ കേസിലുള്ള പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു C2H5 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിവിടെ അറ്റാച്ച് ചെയ്ത് വരുന്ന സമയത്ത് അത് എക്ലിപ്സ്ഡ്, മാക്സിമം സ്ട്രെയിൻ, മിനിമം സ്റ്റെബിലിറ്റി. സോ ഇവിടെ 60 ഡിഗ്രി ഡൈഹീഡ്രൽ ആംഗിളിൽ വരുമ്പോൾ മിനിമം സ്ട്രെയിൻ, മാക്സിമം സ്റ്റെബിലിറ്റി. ഇനി ഇതാ ഈ C2 C3 റൊട്ടേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CH3 ആദ്യം ഇതാ ഇങ്ങനെ വരും, എക്ലിപ്സ്ഡ് ഫോമിൽ വരും, ഫുള്ളി എക്ലിപ്സ്ഡ്, ഡൈഹീഡ്രൽ ആംഗിൾ 0 വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺവേർട്ടായിട്ട് വരുന്ന സമയത്ത് ബി. അടുത്തത് കണ്ടോ, എന്ത്? ഗോഷേ ഫോം എന്ന് വിളിക്കും. ഈ ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗോഷേ ഫോം. 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എൻ ബ്യൂട്ടൻ്റെ കേസിൽ, മറ്റേൻ്റെ കേസിൽ എന്തായിരുന്നു? സ്റ്റാഗേർഡ് ആയിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഗോഷേ ഫോം എന്ന് വിളിക്കുന്നു. അടുത്തത് സി എന്താണ്? CH3H വരുന്നു. സോ പാർഷ്യലി എക്ലിപ്സ്ഡ്. അത് തിരിഞ്ഞു വരുമ്പോൾ ആൻറ്റി ഫോം, മാക്സിമം ഡൈഹീഡ്രൽ ആംഗിൾ മാക്സിമം ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിൽക്കുന്ന, അത്രയും ഡൈഹീഡ്രൽ ആംഗിൾ കൂടിയിട്ട് കറങ്ങി വന്നതാണ് ഇത് ആൻറ്റി ഫോം. നമുക്ക് കാണുമ്പോൾ ആൻറ്റി ഫോമും ഗോഷേ ഫോമും ഒരുപോലെ തോന്നും. പക്ഷേ ഗോഷേ ഫോമിൽ 60 ഡിഗ്രിയും ആൻറ്റി ഫോമിൽ 180 ഡിഗ്രിയാണ്. അതുപോലെ ഫുള്ളി എക്ലിപ്സ്ഡിൽ 0 ഡിഗ്രിയും പാർഷ്യലി എക്ലിപ്സ്ഡിൽ 120 ഡിഗ്രിയാണ്. സോ സ്റ്റെബിലിറ്റിയുടെയും സ്ട്രെയിൻ്റെയും കാര്യമൊക്കെ മറ്റേ അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. സോ ടോർഷണൽ സ്ട്രെയിനും സ്റ്റെറിക് സ്ട്രെയിനും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ BDക്കാണ് എന്ത്? സ്റ്റെബിലിറ്റി കൂടുതൽ, ബിക്കും ഡിക്കും. ആരൊക്കെ അത്? ബിയും ഡിയും, നമ്മുടെ ഗോഷയും ആൻറ്റി ഫോം, കാരണം അവരല്ലേ അകന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഫോം ഗ്രേറ്റർ, ദെൻ ഗോഷേ ഫോം, ദെൻ പാർഷ്യലി എക്ലിപ്സ്ഡ്, ദെൻ ഫുള്ളി എക്ലിപ്സ്ഡ്. ഇങ്ങനെയാണ് സ്റ്റെബിലിറ്റി ഓർഡർ പോകുന്നത്. ഞാനത് ഭയങ്കര സ്പീഡിനാണ് പറഞ്ഞു പോയത്, കാരണം നമുക്ക് മറ്റത് പറയുമ്പോൾ അതേപോലെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സോ അകന്നിരിക്കുമ്പം എനർജി കുറഞ്ഞിട്ട് സ്റ്റെബിലിറ്റി കൂടും. സോ എല്ലാ ആറ്റംസും ഐഡൻറ്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈഥൈൻ്റെ കേസ് പോലെ ഗോഷേ ഫോം അവിടെ എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമ്മുടെ സൈക്ലോ ആൽക്കെയിൻസിൻ്റെ കൺഫോർമേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്ലിക് സ്ട്രക്ചർ, ഇപ്പോൾ ഞാൻ സൈക്ലോ ഹെക്സൈൻ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. സൈക്ലോ ഹെക്സൈൻ ഞാൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോർഷണൽ സ്ട്രെയിനും, അതായത് നമ്മുടെ മോളിക്യൂൾ ഇതാ ഇവിടെ ഇങ്ങനെ ഹൈഡ്രജൻ മുകളിലായിട്ട് നിൽക്കുന്നത്, ഇങ്ങനെ ഹൈഡ്രജൻസ് നിൽക്കുമല്ലോ. അപ്പോൾ ഇവരെന്താണ്? ഓൾറെഡി പ്ലാനാറായിട്ട് നിൽക്കുന്ന മോളിക്യൂൾസാണ്. അപ്പോൾ എന്ത് ചെയ്യും? ടോർഷണൽ സ്ട്രെയിനും സ്റ്റെറിക് സ്ട്രെയിനും കാരണം ഇവിടെ എക്ലിപ്സിങ് ഉണ്ടാവും. ഈ മോളിക്യൂൾസ് ഇങ്ങനെ പരസ്പരം വന്നിട്ട് അപ്വേർഡ് ഡയറക്ഷനിലും ഡൗൺവേർഡ് ഡയറക്ഷനിലും എന്തുണ്ടാവും? എക്ലിപ്സിങ് നടക്കും. എക്ലിപ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്ലാനാർ മോളിക്യൂൾസ് എന്തായിട്ട് മാറും? ഇപ്പോൾ സൈക്ലോ ഹെക്സൈൻ പ്ലാനാർ ആയിട്ടുള്ള മോളിക്യൂള് നോൺ പ്ലാനാർ ആയിട്ട് മാറും. ഓക്കെ, സോ നമ്മുടെ സൈക്ലോ ആൽക്കെൻ അല്ലെങ്കിൽ സൈക്ലോ ഹെക്സൈൻ ആണ്. സൈക്ലോ ഹെക്സൈൻസ് പ്ലാനാർ മോളിക്യൂളാണ്. പക്ഷേ അവരുടെ ഹൈഡ്രജൻ അതിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ ഭാഗമായിട്ട് സബ്സ്റ്റിറ്റ്യൂവൻസിൽ ടോർഷണൽ സ്ട്രെയിനും സ്റ്റെറിക് സ്ട്രെയിനും കാരണം എക്ലിപ്സിങ് നടന്നിട്ട് മോളിക്യൂൾ പ്ലാനാർ ആയിട്ടുള്ള മോളിക്യൂൾ നോൺ പ്ലാനാർ ആയിട്ട് മാറും. സോ മുകളിലുള്ള 6 ഹൈഡ്രജനും താഴെയുള്ള 6 ഹൈഡ്രജനും അതിങ്ങോട്ട് എന്ത് ചെയ്യുന്നു? എക്ലിപ്സിങ് നടന്ന്
പ്ലാനാർ ആയിട്ടുള്ള മോളിക്യൂൾ എന്തായിട്ട് മാറുന്നു? നോൺ പ്ലാനാർ ആയിട്ട് മാറും. അതായത് മോളിക്യൂള് ചെയർ ഫോമിൽ നിൽക്കുന്നു. ഓക്കെ, ഇപ്പം 6 കാർബൺ എല്ലാം കൂടെ ഒരു ചെയർ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ചെയർ ഫോം എന്ന് പറയുമ്പോൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് ബോണ്ട് ആംഗിൾ വരിക. സോ ഒരു ഫോം ചെയർ ഫോം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹാഫ് ചെയർ ഫോം ആണ്. ഓക്കെ, ഹാഫ് ചെയർ ഫോം എന്ന് പറയുമ്പോൾ നോക്കിയേ, അവിടെ ഹാഫ് ചെയർ, ദെൻ ബോർഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ട്വിസ്റ്റഡ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ട്വിസ്റ്റഡ് ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താണ്, ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു കൈറൽ കാർബൺ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പ്ലെയിൻ ഓഫ് സിമ്മട്രി ഇവിടെ ഇല്ല. പ്ലെയിൻ ഓഫ് സിമ്മട്രി ആബ്സെൻ്റ് ആണ്. സോ സൈക്ലോ ആൽക്കെയിൻസിൽ അവിടെ എന്താണ്, ടോർഷണൽ സ്ട്രെയിനും സ്റ്റെറിക് സ്ട്രെയിനിൻ്റെയും കാരണം എക്ലിപ്സിങ് ഉണ്ടാകുന്നു. എക്ലിപ്സിൻ്റെ ഭാഗമായിട്ട് പ്ലാനാർ മോളിക്യൂൾ നോൺ പ്ലാനാർ ആയിട്ട് മാറുന്നു. സോ അവരെന്ത് ചെയ്യുന്നു, ഈ 4 കൺഫോർമേഷണൽ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ വരുന്നത് എങ്ങനെയായിരിക്കും? ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി: ചെയർ, ട്വിസ്റ്റഡ് ബോർഡ്, then board, ഹാഫ് ചെയർ. ഹാഫ് ചെയറിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കുറവ്. അപ്പോൾ ഇത് ജസ്റ്റ് സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഒന്ന് പഠിച്ചു വയ്ക്കുക, എക്ലിപ്സിങ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ ഐസോമെറിസം കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു ബോണ്ടിനെ ഫിക്സ് ചെയ്തിട്ട് മറ്റേ ബോണ്ടിനെ നമ്മൾ എന്ത് ചെയ്തായിരുന്നു, റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ കണ്ടായിരുന്നു. സോ നെക്സ്റ്റ് വരുന്നത് കോൺഫിഗറേഷണൽ ഐസോമെറിസം ആണ്. കോൺഫിഗറേഷണൽ ഐസോമെറിസത്തിൽ 2 ടൈപ്പ് ഓഫ് ഐസോമെറിസം വരുന്നുണ്ട്. സോ ജോമെട്രിക്കൽ ഐസോമെറിസവും ഒപ്റ്റിക്കൽ ഐസോമെറിസവും. ഓക്കെ, അപ്പോൾ ഈ ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ടാവുന്നതിനുള്ള നമ്മളിപ്പോൾ കൺഫോർമേഷണൽ ഐസോമേഴ്സ് നമ്മൾ പഠിച്ചപ്പോൾ അവിടെ സിംഗിൾ ബോണ്ടഡ് സിസ്റ്റം, അതായത് സൈക്ലോ ആൽക്കെയിൻസ്, നോർമൽ ആൽക്കെയിൻസ് ഒക്കെ സിംഗിൾ ബോണ്ട് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അവരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെ എന്ത് ചെയ്യുന്നില്ല, റൊട്ടേഷന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. സോ ഇവിടെ നോക്കിയേ, ഡ്യൂ ടു റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ, ഇവിടെ എന്താ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണ്. ഇവിടെ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ് എബൌട്ട് ദി RRS, റെസ്ട്രിക്റ്റഡ് റൊട്ടേറ്ററി സിസ്റ്റം. അതായത് ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം വരികയാണെന്നുണ്ടെങ്കിൽ, ട്രിപ്പിൾ ബോണ്ട് അല്ല, ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ. നമുക്ക് അവർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിനെ ഫിക്സ് ചെയ്തുകൊണ്ട് മറ്റേതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി, 2 ഈർക്കിലെടുത്തിട്ട് 2 ലെമൺ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് ഒരു ലെമണിനെ ഫിക്സ് ചെയ്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം അവിടെ 2 ഈർക്കിൽ ഇരിപ്പുണ്ടല്ലേ. ഒരെണ്ണം ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അവരെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് പ്രൊജക്ഷൻസും കൺഫർമേഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഇവിടെ നമുക്ക് പറ്റത്തില്ല, ബിക്കോസ് പൈ ബോണ്ടിൻ്റെ പ്രസൻസ് അവിടെ വരുന്നുണ്ട്. സോ അവിടെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണ് നടക്കുന്നത്. ഈ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഐസോമെറിക് ഫോംസിനെയാണ് നമ്മൾ ജോമെട്രിക്കൽ ഐസോമെറിസം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അടുത്ത പോയിന്റ് നോക്കിയേ, ആൽക്കൈൻസ് ഡു നോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമെറിസം. ആൽക്കീൻസ് ആണ് കാണിക്കുന്നത്, പക്ഷെ ആൽക്കൈൻസ് കാണിക്കില്ല. ആൽക്കൈൻസ് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കില്ല. കാരണം അടുത്ത ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം SP ആണ്, ലീനിയർ സ്ട്രക്ചറാണ്. അവരെന്ത് ചെയ്യില്ല, അവരെന്ത് ചെയ്യില്ല, റൊട്ടേറ്റ് ചെയ്യില്ല. ദെൻ അവരെന്ത് ചെയ്യില്ല, റൊട്ടേറ്റ് ചെയ്യില്ല. ദെൻ ആരൊക്കെ, C ഡബിൾ ബോണ്ട് N OH ഗ്രൂപ്പ് ഓക്സൈൻസ്, അതുപോലെ C ഡബിൾ ബോണ്ട് N H or R ഗ്രൂപ്പ് ഇമീൻസ്, അസോ കോമ്പൗണ്ട്സ്, N ഡബിൾ ബോണ്ട് N കോമ്പൗണ്ട്സ്, നമ്മുടെ സൈക്ലോ ആൽക്കെയിൻസും സൈക്ലോ ആൽക്കീൻസും. ഇത്രയും ആൾക്കാരാണ് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നത്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്ന ഗ്രൂപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ആൽക്കീൻസ്, സൈക്ലോ ആൽക്കെയിൻ, സൈക്ലോ ആൽക്കീൻ, ഓക്സൈൻസ്, ഇമീൻസ്, അസോ കോമ്പൗണ്ട്സ്. ഇത്ര ആൾക്കാരെ കാണിക്കുന്നത്, ആൽക്കൈൻസ് കാണിക്കത്തില്ല ഡ്യൂ ടു ഇറ്റ്സ് ലീനിയർ സ്ട്രക്ചർ. ഇനി ഇവിടെ നോക്കിയേ, 2 കാർബൺ ഉണ്ട്, ഡബിൾ ബോണ്ടഡ് സിസ്റ്റം ആണ്. ഇവിടെ എന്താണുള്ളത്, A B. ഓക്കെ, അപ്പം ഒരു സൈഡിൽ തന്നെ ഇപ്പോൾ ഈ ഒരു കാർബണിൽ A B ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ കാർബണിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ ആണ്, ഓരോ കാർബണിലും നമ്മൾ എടുക്കുന്നപ്പോൾ 2 ഡബിൾ ബോണ്ടഡ് സിസ്റ്റം ആണ്, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഓരോ കാർബണിലും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കണം അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരെന്ത് കാണിക്കും, ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കും. ഇവിടെ നോക്കിയേക്കും ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കും. ഇവിടെ നോക്കിയേ Xും Yയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുകളല്ലേ. സോ ഇതും എന്ത് കാണിക്കും, ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കും. അടുത്തത് നോക്കിയേ, ഈ 2 കാർബൺ ആണുള്ളത്, ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് 2 കാർബൺ ഉണ്ട്. ഈ കാർബണിൽ A ഇതിലിപ്പം B ആവാം, അല്ലെങ്കിൽ BA ആയാലും. ഇവിടെ നോക്കിയേ, ഈ ഒരു കാർബണിൽ സെയിം ഗ്രൂപ്പ്സ് അല്ല അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെന്ത് കാണിക്കില്ല, ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കില്ല. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡബിൾ ബോണ്ട്, ഇപ്പോൾ ഡബിൾ ബോണ്ടിന് ചുറ്റുമാണ് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുക. ഇപ്പോൾ സിംഗിൾ ബോണ്ടിന് ചുറ്റും ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കാറുണ്ട്.
ഡബിൾ ബോണ്ടിന് ചുറ്റുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ കാർബണും ചെക്ക് ചെയ്ത് നോക്കുക, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ്സിൽ ഡിഫറൻറ്റ് ആണോ, 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, ഡിഫറൻറ്റ് ആണോ അതോ സെയിം ആണോ, സെയിം ആണെങ്കിൽ ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കില്ല, ഡിഫറൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കും. ഓക്കെ അല്ലേ? ദെൻ സൈക്ലിക് സിസ്റ്റത്തിൽ ജോമെട്രിക്കൽ ഐസോമറിസം എങ്ങനെയാണ്? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസും എക്സസൈസും ഒക്കെ വന്നിട്ടുള്ള വീഡിയോ നമ്മുടെ ആപ്പിൽ കിടപ്പുണ്ട്. ഇത് നമ്മൾ എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക എന്തൊക്കെ ഐസോമറിസം എന്നുള്ളത്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം സൈക്ലിക് സിസ്റ്റത്തിൽ വരുന്നത് ഡ്യൂ ടു റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ അബൌട്ട് സിംഗിൾ ബോണ്ട്. നമ്മൾ സൈക്ലോ ആൽക്കൈൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സിംഗിൾ ബോണ്ടിന് ചുറ്റും എന്ത് നടക്കുന്നുണ്ട്? റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കൺഫർമേഷൻ ഐസോമറിസം ലാസ്റ്റ് സൈക്ലോഹെക്സൈൻ്റെ കേസിൽ പഠിച്ചപ്പോഴത്തേക്ക് അവർ പ്ലാനാർ മോളിക്യൂൾ നോൺ പ്ലാനാർ ആവും, അതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. സോ അതുപോലെ ഇവിടെ സിംഗിൾ ബോണ്ടിന് ചുറ്റും റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ നടക്കുന്നു. അത് നടക്കാനുള്ള ക്രൈറ്റീരിയ അറ്റ്ലീസ്റ്റ് 2 sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്തായിരിക്കണം? ഷുഡ് ഹാവ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ആറ്റംസ്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതൊരു സൈക്ലോപ്രോപ്പൈൻ കൊടുത്തേക്കാണ്. സോ ഈ 3 കാർബൺ ഉണ്ട്. ഈ 3 കാർബൺ ഇതെല്ലാം എന്ത് ഹൈബ്രിഡൈസേഷനിലാണ്? sp3 ഹൈബ്രിഡൈസേഷനിലാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിനെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ 2 സ്ഥലത്തും സെയിം ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, നമുക്ക് ബാക്കി 2 പേരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നോക്കി, ഈ sp3 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ്, ഈ sp3 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ്. സോ ഇതാണ് സൈക്ലോ ആൽക്കൈൻസിൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നതിനുള്ള ക്രൈറ്റീരിയ. അറ്റ്ലീസ്റ്റ് 2 sp3 കാർബണിലെങ്കിലും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഇവിടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുകൾ അറ്റാച്ച് ചെയ്തിട്ടില്ലേ? സോ ഇവരെന്ത് കാണിക്കും? ഇവർ സൈക്ലോ ആൽക്കൈൻ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നവരാണ്. ഓക്കെ, ഇനി നമ്മുടെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കാർബണിൻ്റെ എണ്ണം വെച്ചിട്ട്, ഇപ്പോൾ സിസ് ഫോമും ട്രാൻസ്ഫോമും ഉണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സിസ് ഫോം എന്ന് പറയുമ്പോൾ നോക്കി, ഈ ഡബിൾ ഒരേ ഡയറക്ഷനിലേക്ക്, ഇപ്പോൾ ഇത് ഹൈഡ്രജൻ ആണെന്ന് ഹൈഡ്രജൻ ഒരേ ഡയറക്ഷനിലേക്ക് വന്നത് നമ്മൾ നോക്കുമ്പോൾ അറിയാം. ഇപ്പോൾ ഡബിൾ ബോണ്ട് ഒരേ ഡയറക്ഷനിലേക്ക് 2 ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആറ്റംസ് ഒരേ ഡയറക്ഷനിലേക്കാണ് കാരണം നമുക്ക് സിസ് ഫോം എന്നും, നോക്കി ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫോം എന്നും പറയാം. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ സിസ് ഫോം, ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ട്രാൻസ്ഫോം എന്നും പറയാം. അപ്പോൾ സിസും ട്രാൻസും എന്താണെന്നും മനസ്സിലായി. ഇനി നോക്കി, കാർബണിൻ്റെ എണ്ണം 3 തൊട്ട് 7 വരെയാണ്. ഓക്കെ, സോ നമ്മുടെ ആൽക്കൈൻസിൻ്റെ കേസിൽ 3 ആൽക്കൈൻസ് ജോമെട്രിക്കൽ ഐസോമറിസം എല്ലാവരുടെയും കേസിലും മൊത്തത്തിൽ 3 തൊട്ട് 7 വരെയാണ് കാർബണാറ്റം വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സിസ് ഫോം മാത്രമേ വരുള്ളൂ, ട്രാൻസ്ഫോം കാണിക്കില്ല. ഇനി 8 തൊട്ട് 11 വരെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. സ്റ്റെബിലിറ്റി ഓർഡർ എങ്ങനെയാണ്? സിസിനാണ് അവിടെ സ്റ്റെബിലിറ്റി കൂടുതൽ. ഇനി 12 കാർബൺ ആൻഡ് എബോവ്, 12 കാർബൺ ആൻഡ് എബോവ് വരെയാണെങ്കിൽ അവരും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. അവിടെ ആർക്കാ? ട്രാൻസിനാണ് സ്റ്റെബിലിറ്റി. ഇപ്പോൾ 12 ട്രാൻസ് എന്ന് കണക്ട് ചെയ്ത് വെക്കുക. ട്രാൻസിനാണ് അവിടെ കൂടുതൽ? സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പോൾ സിസും ട്രാൻസും എന്താണെന്ന് മനസ്സിലായി, സ്റ്റെബിലിറ്റി ഓർഡറും എങ്ങനെയാണെന്ന് മനസ്സിലായി. സൈക്ലോ ആൽക്കൈൻസിൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാനുള്ള ക്രൈറ്റീരിയ മനസ്സിലായി. ലിസ്റ്റ് 2 sp3 കാർബണിനെങ്കിലും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഷോസ് ജോമെട്രിക്കൽ ഐസോമറിസം? സോ താഴെ കൊടുത്തിരിക്കുന്നതിൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നവർ ആരൊക്കെയാണ്? ഓക്കെ, സോ നമുക്ക് ഓരോരോ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കണം. ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് കാണിക്കും? ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. ഡിഫറെൻറ്റ് ഗ്രൂപ്പ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് കാണിക്കില്ല? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. ഇവിടെ നോക്കി, ഈ ഡബിൾ ബോണ്ടിന് അപ്പുറത്തും ഇപ്പുറത്തും ഹൈഡ്രജനാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവരെന്ത് കാണിക്കില്ല? സെയിം ഡബിൾ ബോണ്ട് അപ്പുറത്തും ഇപ്പുറത്തും സെയിം ഗ്രൂപ്പ് വന്നിരിക്കുന്നു. സോ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കത്തില്ല. അടുത്തത് നോക്കിയേ, സെക്കൻഡ് വൺ നോക്കിയേ. സോ ഈ ഡബിൾ ബോണ്ട് ഇവിടെ എച്ച്, ഇവിടെ ഈ ഒരു ഗ്രൂപ്പാണ്, ഇവിടെ എച്ച് ഈ ഒരു ഗ്രൂപ്പ്. ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളല്ല അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഡബിൾ ബോണ്ടിന് അപ്പുറത്തും ഇപ്പുറത്തും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുകളാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ദേ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. സോ ഇവിടെ നോക്കിയേ, ഇവിടെ 2 ഡബിൾ ബോണ്ട്സ് വരുന്നുണ്ട്. സോ 2 ഡബിൾ ബോണ്ട്സ് വരുമ്പോൾ ഇവിടെ നോക്കിയേ, ഈ പൊസിഷനിൽ ഇവിടെ ഈ ഒരു ഗ്രൂപ്പും ഹൈഡ്രജനും, ഇവിടെ ഹൈഡ്രജനും ഈ ഒരു ഗ്രൂപ്പ്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ്. സോ ഈ പാർട്ട് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. ഈ പാർട്ട് നോക്കിയേ, സെയിം ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. സോ ഈ പാർട്ടിൽ ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. പക്ഷേ ഓവറാൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ജോമെട്രിക്കൽ ഐസോമറിസം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്താൽ മതി. സോ ഓവറാൾ നോക്കുമ്പോൾ ഈ കോമ്പൗണ്ട് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഡബിൾ ബോണ്ടഡ് സിസ്റ്റം രണ്ടും സെയിം ഗ്രൂപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, സെയിം ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. ഓക്കെ, ഇനി സൈക്ലിക് സിസ്റ്റം നമ്മൾ നോക്കുകയാണ്. സൈക്ലിക് സിസ്റ്റം നോക്കുമ്പോൾ അവിടെ നമ്മൾ പൈ ബോണ്ട്, ഡബിൾ ബോണ്ടിനെ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, അവിടെ നമുക്ക് സിഗ്മ ബോണ്ടിൻ്റെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് പൈ ബോണ്ട് ഉണ്ട്. പൈ ബോണ്ട് ഇവിടെ എന്ത് നടക്കുന്നില്ല? റൊട്ടേഷൻ നടക്കുന്നില്ല. പക്ഷേ ഇവിടെ നോക്കി, സിഗ്മ ബോണ്ട് വരുന്നുണ്ട്. ഈ സൈക്ലോ ആൽക്കൈൻസിൽ സിഗ്മ ബോണ്ട് വരുന്നുണ്ട്. സിഗ്മ ബോണ്ടിലുള്ള 2 sp3, സിഗ്മ ബോണ്ട് വരുമ്പോൾ 2 sp3ലെങ്കിലും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ 2 sp2ൽ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതാ ഇങ്ങനെ ഒരു ചെയിനും റിങ്ങും ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ബോണ്ട് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ വരുന്ന ജോമെട്രിക്കൽ ഐസോമറിസം എന്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്? ഈ സിഗ്മയിലുള്ള റെസ്ട്രിക്റ്റാണ്. സിഗ്മ ബോണ്ടിൻ്റെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ കോമ്പൗണ്ടിൽ ജോമെട്രിക്കൽ ഐസോമറിസം നടക്കുന്നത്. അടുത്ത് ഇത് നോക്കിയേ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, സിംഗിൾ ബോണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ ബോണ്ടിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഈ രണ്ട് ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യും. പക്ഷേ ഇവിടെ എന്ത് നടക്കുന്നില്ല, ഈ ഡബിൾ ബോണ്ടിന് ചുറ്റും എന്ത് നടക്കുന്നില്ല, റെസ്ട്രിക്ഷൻ റൊട്ടേഷൻ നടക്കുന്നില്ല. സിഗ്മയ്ക്ക് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ sp3 കാർബണിൽ എന്താണ്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അവിടെയും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ട്. ഇനി ഈ കോമ്പൗണ്ട് നോക്കിയാൽ ഡബിൾ ബോണ്ട് CL ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ നോക്കിയേ, നമ്മൾ ഇതിനെ ഒന്ന് മുറിക്കുന്ന സമയത്ത് രണ്ടും ഈക്വൽ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന കോമ്പൗണ്ട്സ് എന്ത് കാണിക്കില്ല, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. സോ നമ്മൾ കോമ്പൗണ്ട് കിട്ടുമ്പോൾ അതിനൊന്ന് നടുക്കൂടെ മുറിച്ച് നോക്കുക, ഒരേപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, അവിടെ നടക്കില്ല. അവിടെ പ്രത്യേകിച്ച് വേറെ ഗ്രൂപ്പ് സിഗ്മ ബോണ്ടിൽ, ഇപ്പോൾ ഇവിടെ സിഗ്മ ബോണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ, സിഗ്മ ബോണ്ടിൽ ഇവിടെ വേറെ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഭാഗം കാണിച്ചേനെ. പക്ഷെ നോക്കിയേ, ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താ, ഡബിൾ ബോണ്ടിന് നമ്മൾ ക്രോസ് ചെയ്ത് മുറിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുക, ഒരേപോലെയാണ് വരുന്നത്. ഓക്കെ, അവിടെ ഒരു സിമെട്രി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അവരെന്ത് കാണിക്കില്ല, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. ഇനി അടുത്ത് നോക്കിയേ, ഒരു NH ഗ്രൂപ്പ് വരുന്നുണ്ട്, അതുപോലെ MEH ഗ്രൂപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ, ലോൺ പെയർ വരുന്നുണ്ട്, MEH എന്താണ്, മീഥൈൽ ഗ്രൂപ്പും ഹൈഡ്രജനും വരുന്നുണ്ട്. സോ ഇവർ എന്ത് കാണിക്കും, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നവരാണ്. ഇനി അടുത്ത് നോക്കിയേ, COPH. ഓക്കെ, ഡിഫറെൻറ്റ് ആറ്റംസ് ആണ്, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, സൈക്ലോബ്യൂട്ടീൻ ആണ്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ സെയിം ഗ്രൂപ്പാണ്, കാണിക്കില്ല എന്ന് തോന്നാം. പക്ഷേ ഇവിടെ നോക്കിയേ, അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ കാർബണുമായിട്ട് sp2 കാർബണും ഈ കാർബണോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് sp3 കാർബണുമാണ്. സോ അവിടുത്തെ നമ്മൾ ബോണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം അവർ ആരുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നോക്കാൻ. അപ്പോൾ ഇവിടെ sp2 കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഇവിടെ sp3 കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവരെന്ത് കാണിക്കും, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് സെയിം ആണെന്ന് തോന്നും, കാണിക്കില്ല എന്ന് തോന്നും. പക്ഷേ സൂക്ഷിച്ച് നോക്കുക ആരുമായിട്ടാണ് ബോണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ sp2 കാർബണായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു, ഇവിടെ sp3 കാർബണായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. സോ ദേ ഷോസ് ജോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെ, ഇനി സിസ് ട്രാൻസ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് സിസ് ട്രാൻസ് സിസ്റ്റം. അപ്പോൾ നമ്മളിവിടെ കാർബൺ ഡബിൾ ബോണ്ട് HCOH ഗ്രൂപ്പുകൾ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഈ കാർബണിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ് എന്ന് പറയുമ്പോൾ ഒരേ പൊസിഷനിൽ സെയിം ആറ്റം വരുന്നു. നോക്കുക, ഇപ്പം ഇത് ഇങ്ങനെ നിങ്ങളൊന്ന് മുറിച്ച് നോക്കുക. ഇപ്പം നടുക്കായിട്ട് നിങ്ങളൊന്ന് മുറിച്ചിട്ട് മുകളിൽ വരുന്നത് രണ്ടും സെയിം ആണ്, താഴെ വരുന്നത് രണ്ടും സെയിം ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അവർ നമുക്ക് സിസ് ഫോം എന്ന് വിളിക്കാം. ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ സിസ് ഫോം. ഇത് മാലിക് ആസിഡിൻ്റെ സ്ട്രക്ചറാണ്. സോ സിസ് മാലിക് ആസിഡ് എന്ന് വിളിക്കാം. അടുത്ത് നോക്കിയേ, നമ്മൾ ആ ഒരു ക്രോസ് സെക്ഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു. സെയിം ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് നോക്കുക. അപ്പോൾ സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വന്ന സിസ്, സെയിം ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ട്രാൻസ്. അപ്പോൾ ട്രാൻസ്ഫോമിൻ്റെ പേര് തന്നെ മാറിയത് കണ്ടോ, സിസ് ഫോമിൽ ഇരുന്നപ്പോൾ അത് മാലിക് ആസിഡ് ആയിരുന്നുണ്ടെങ്കിൽ ട്രാൻസ് ഫോമിൽ ഇരുന്നപ്പോൾ അത് എന്തായിട്ട് മാറി, ഫ്യൂമാരിക് ആസിഡ് ആയിട്ട് മാറി. അപ്പോൾ ഇത് സിസ് ഫോമിൽ മാലിക് ആസിഡും ട്രാൻസ് ഫോമിൽ ഫ്യൂമാരിക് ആസിഡും ആയിട്ട് മാറി. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നമ്മുടെ സൈക്ലോഡെക്കൈൻ്റെ സിസ് ഫോമും ട്രാൻസ്ഫോമാണ്. ഡെക്കൈൻ്റെ കണ്ടോ, ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ ബോണ്ട് എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം സൈഡിലേക്കും പോയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഡെക്കൈൻ 10 ആണല്ലോ, എന്താണ് 8നും 10നും ഇടയിൽ. അപ്പോൾ അവിടെ എന്താണ് സ്റ്റെബിലിറ്റി, സിസിനായിരിക്കും ട്രാൻസിനേക്കാളും സ്റ്റെബിലിറ്റി വരുന്നത്. അപ്പോൾ ആ ഒരു 3 പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. കോമ്പൗണ്ട് വന്നിട്ട് ഇതിൽ ഏത് ഫോമിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പോൾ നിങ്ങൾ കാർബണിൻ്റെ എണ്ണം നോക്കുക, 3-7 ആണോ, 8-11 ആണോ, അതോ 12 ആൻഡ് എബോവ് ആണോ. 12 ആൻഡ് എബോവ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫോമിൽ സ്റ്റെബിലിറ്റി കൂടുതൽ. അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ 8-12 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താ, 8-11 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സിസ് ഫോം, 3നും 7നും ഇടയിലാണെന്നുണ്ടെങ്കിൽ അവിടെ സിസ് ഫോം മാത്രമേ അവർ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണേ. ഇനി നമ്മുടെ ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ തന്നെയുള്ള EZ സിസ്റ്റമാണ്. ഓക്കെ, EZ സിസ്റ്റം. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയോറിറ്റി നോക്കണം. ഓക്കെ, പ്രയോറിറ്റി കൂടിയ ആൾ, അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പ്, അല്ലെങ്കിൽ ലോ പ്രയോറിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഇതിൽ കുറേ റൂൾസ് ഉണ്ട്. ഞാൻ 2 റൂൾസ് ഇവിടെ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റേ വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ EZ സിസ്റ്റം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എൻജജൻ എന്നാണേ. എൻജജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ്. ഓക്കെ,
അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. എൻജജൻ ഓപ്പോസിറ്റ്. സെഡ് എന്ന് പറഞ്ഞാൽ സുസാമൻ. സുസാമൻ അതും ജർമ്മൻ വേർഡാണ്. ടുഗദർ എന്നാണ് മീനിങ് വരിക. ഓക്കെ, ഓപ്പോസിറ്റ് ആൻഡ് ടുഗദർ. അപ്പോൾ ടുഗദർ സെയിം ഗ്രൂപ്പ്, അടുത്ത് വന്നാൽ സെഡും സെയിം ഗ്രൂപ്പ്, അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റിയുടെ പ്രയോറിറ്റിയുടെ ബേസിസിലാണ് പറയുന്നത്. അപ്പോൾ ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അത് എൻജജൻ ഇ. ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പ് സെയിം സൈഡിൽ വരികയാണ്. ഓക്കെ, ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പ് സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് സെഡ്. ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അത് ഇ. ഓക്കെ ഓക്കെ, സെയിം സൈഡിൽ വരുമ്പോൾ സെഡ് വരുന്നു, സുസാമൻ ടുഗദർ ഒരുമിച്ച് വരുന്നു. ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ എൻജജൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നു. ഇനി ഇതിന് ഈ പ്രയോറിറ്റി മനസ്സിലാക്കുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ അതിന് CIP പ്രയോറിറ്റി ഓർഡർ. CIP എന്ന് പറഞ്ഞാൽ ക്യാൻ, ഇൻഗോൾഡ്, പ്രലോഗ്. ഓക്കെ, ഇതാണ് CIP എന്ന് പറഞ്ഞാൽ. അപ്പോൾ CIP പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് ആദ്യം പറയുന്ന ഇത്രയേ ഉള്ളൂ. കൂടുതൽ കേസസിൽ നിങ്ങൾക്ക് ഈ രണ്ട് മാത്രമേ യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പുകൾ നോക്കിയേ, പ്രയോറിറ്റിയുടെ ഓർഡർ അറ്റോമിക് നമ്പർ കൂടും. നമുക്ക് കുറേ ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. നമുക്ക് സിസും ട്രാൻസും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഇസഡ് യൂസ് ചെയ്യുന്നത്. സിസും ട്രാൻസും പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം AABB സിസ്റ്റം ആയിരിക്കണം. അപ്പം ABCD സിസ്റ്റം ആണ് വരുന്നത്. അതായത് 4 ഡിഫറെൻ്റ് ആൾക്കാരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡാണോ സെയിം സൈഡാണോ നോക്കിയിട്ട് പറയാൻ പറ്റുമോ? കാരണം 4 ഡിഫറെൻ്റ് ആൾക്കാർ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെയിം സൈഡിൽ സെയിം ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതൊക്കെ സിസും ട്രാൻസും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ഗ്രൂപ്പുകൾ വരികയാണ്. ഇപ്പോൾ തന്നെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. സോ 4 ഗ്രൂപ്പുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ റൂൾ എന്താണ്? 4 പേര് ഡിഫറെൻ്റ് ആൾക്കാരാണ്. അറ്റോമിക് നമ്പറിൻ്റെ ഓർഡർ നമ്മൾ നോക്കുക. ഓക്കെ, അറ്റോമിക് നമ്പർ കൂടിയ ആളിന് പ്രയോറിറ്റി കൂടുതൽ, ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഓരോ കാർബണിലും ചെക്ക് ചെയ്യാം. ഈ കാർബണിൽ ക്ലോറിനാണ്, ഈ കാർബണിൽ അയഡിനാണ്. സോ ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പുകൾ ഒരു സൈഡിൽ വന്നു, ടുഗദർ വന്നു. അപ്പോൾ ഇതെന്താ? സെഡ് ആണ്. ഓക്കെ, സോ ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എൻജജൻ ഇ ആണ്, ഇ ഫോം ആണ്. ഓക്കെ, ഇനി അറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള ആൾക്കാർ അതാരാ? ഐസോടോപ്പുകൾ വരാം അല്ലേ? ഐസോടോപ്പ് അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ്റെ തന്നെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഉണ്ട് അല്ലേ? 11, 12, 13 പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അറ്റോമിക് മാസ് നോക്കാം. അറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള ഹൈഡ്രജനും ഡ്യൂട്ടീരിയം വന്നു കഴിഞ്ഞാൽ പ്രയോറിറ്റി നോക്കേണ്ടത് എങ്ങനെയാണ്? ഡ്യൂട്ടീരിയത്തിനാണ് അറ്റോമിക് മാസ് കൂടുതൽ. അപ്പോൾ ഡ്യൂട്ടീരിയത്തിന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക. സോ ഇവിടെ ഓക്സിജൻ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഫ്ലൂറിനാണ്. രണ്ടുപേരും നോക്കുമ്പോൾ ഫ്ലൂറിനാണ് മാസ് കൂടുതൽ. സോ ഫ്ലൂറിൻ ഹൈ പ്രയോറിറ്റി. ദെൻ ഹൈഡ്രജനും ഡ്യൂട്ടീരിയം നോക്കുമ്പോൾ പ്രയോറിറ്റി കൂടുതൽ ഡ്യൂട്ടീരിയത്തിനാണ്. സോ ഇവിടെ ആർക്ക് പ്രയോറിറ്റി കൂടുതൽ? നമ്മുടെ ഡ്യൂട്ടീരിയത്തിന് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ഇതെന്ത് ഫോമാ? സോ ഇത് ഓപ്പോസിറ്റ് സൈഡിലാണ് ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പുകൾ വന്നിട്ടുള്ളത് അല്ലേ? ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഇത് എൻജജൻ ഇ ഫോമാണ്. ക്ലിയർ ആയല്ലോ? സോ ജോമെട്രിക്കൽ ഐസോമർസിലെ സിസ് ട്രാൻസ് ഇസഡ് സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് നമുക്ക് സിൻ ആൻറ്റി കോൺഫിഗറേഷൻ. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സിൻ ആൻറ്റി കോൺഫിഗറേഷൻ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ലോൺ പെയർ വരികയാണ്. അതായത് ഇപ്പോൾ എന്താ അസോ കോമ്പൗണ്ട്സ്, നമ്മുടെ നൈട്രജന് ലോൺ പെയർ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓക്സൈൻസ്, ഇമീൻസിലൊക്കെ ലോൺ പെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ സിൻ ആൻറ്റി കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അസോ കോമ്പൗണ്ട്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയസീൻ, ഒരു അസോ കോമ്പൗണ്ടിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു ഡയസീനാണ്. ലോൺ പെയർ 2 നൈട്രജനിൽ ലോൺ പെയർ വരുന്നുണ്ട്. ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഈ ലോൺ പെയർസ് 2 നൈട്രജൻ വരുമ്പോൾ ഈ നൈട്രജൻസിലെ ലോൺ പെയർ സെയിം സൈഡിലാണെന്നുണ്ടെങ്കിൽ സിൻ ലോൺ പെയേഴ്സ്. ഇപ്പം നമ്മുടെ അസോ കോമ്പൗണ്ട്സിൻ്റെ കേസിലാണ് പറയുന്നത്. സിൻ ആൻറ്റി കോൺഫിഗറേഷനിൽ ലോൺ പെയേഴ്സ് 2 നൈട്രജൻ ഉണ്ട്. ഈ 2 നൈട്രജൻ്റെയും ലോൺ പെയേഴ്സ് സെയിം സൈഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സിൻ എന്ന് പറയാം, സിൻ കോൺഫിഗറേഷൻ. ഓക്കെ, ഈ 2 ലോൺ പെയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുകളിലും താഴെയായിട്ട് ഇത് നോക്കിയേ അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം? ആൻറ്റി കോൺഫിഗറേഷൻ എന്ന് പറയാം. അപ്പോൾ സിൻ ആൻറ്റി കോൺഫിഗറേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? അസോ കോമ്പൗണ്ട്സിൻ്റെ കേസിൽ ലോൺ പെയേഴ്സ് സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് സിൻ എന്നും, ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ലോൺ പെയേഴ്സ് സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് സിൻ എന്നും, ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എന്താ OH ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജനും OH ഗ്രൂപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇവർ 2 പേരും സെയിം സൈഡിൽ വന്നാൽ അവരെ നമുക്ക് സിൻ എന്നും, Hഉം OHഉം ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ നമുക്ക് ആൻറ്റി കോൺഫിഗറേഷൻ എന്നും പറയാം.
ഈസി അല്ലേ? അസോ കോമ്പൗണ്ട്സും ഓക്സൈൻസിലുള്ളത് മനസ്സിലായല്ലോ. അസോ കോമ്പൗണ്ട്സിൽ ലോൺ പെയർ, ഓക്സൈൻസിൻ്റെ കേസിൽ എച്ചും ഒ എച്ചും ഒരേ പൊസിഷനിലാണ് വരുന്നത്, സെയിം സൈഡിലാണ്, കാർബണിൻ്റെ സെയിം സൈഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് സിൻ, ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ആൻറ്റി. ഓക്കെ, ഇനി ജോമെട്രിക്കൽ ഐസോമറിസം എത്രയാണ്? ഇപ്പോൾ ഒരു കോമ്പൗണ്ട് വന്നിട്ട് ഇതിൽ എത്ര ജോമെട്രിക്കൽ ഐസോമറിസം ഇവർക്ക് കാണിക്കാം, ടോട്ടൽ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമറിസം കണ്ടുപിടിക്കുക എന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഐസോമർ അൺസിമെട്രിക്കൽ ആണോ, അവിടെ സിമെട്രി ഉണ്ടോ അതോ സിമെട്രിക്കൽ അല്ലേ, അൺസിമെട്രിക്കൽ ആണോ സിമെട്രിക്കൽ അല്ലേ. ഓക്കെ, ഇനി സിമെട്രി ഉണ്ടോ സിമെട്രി ഇല്ലേ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുന്ന സമയത്ത് മോളിക്യൂളിന് സിമെട്രി ഇല്ല, അൺസിമെട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഒരു ചെറിയ ഫോമുലേ ഉള്ളൂ 2n. നമ്മുടെ മോളിക്യൂളിന് സിമെട്രി ഇല്ല. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഒന്ന് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ സിമെട്രി ഇല്ല. സിമെട്രി ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ 2n, n ഈവൻ ആണോ ഓടാണോ ഒന്നും നോക്കണ്ട, 2n, n എത്ര ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ എത്ര സെൻറ്റേഴ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ടിന് ചുറ്റുമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ജോമെട്രിക്കൽ ഐസോമറിസം പറയാം. അപ്പോൾ ഡബിൾ ബോണ്ടഡ് സിസ്റ്റം എത്ര ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് നോക്കിയാൽ CH3 CH ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 CH3. ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം മൊത്തത്തിൽ ഒരു 7 കാർബൺ ആറ്റം വരുന്ന 2 സ്ഥലത്ത് ഡബിൾ ബോണ്ട് വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എന്നിൻ്റെ വാല്യൂ 2 ആണ്. 2 ഡബിൾ ബോണ്ട്സ് വരുന്നുണ്ട്. പക്ഷേ മോളിക്യൂൾ അൺസിമെട്രിക്കൽ ആയതുകൊണ്ട് വി ക്യാൻ യൂസ് ദിസ് ഫോമുല 2n. 2n നമുക്ക് യൂസ് ചെയ്യാം. എന്നിൻ്റെ വാല്യൂ 2 ആണ്. അതായത് 2 സ്ക്വയർ 4 എന്ത് ഫോം ചെയ്യിക്കാൻ പറ്റും, ജോമെട്രിക്കൽ ഐസോമേഴ്സ് നമുക്ക് ഫോം ചെയ്യിക്കാം. 4 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, സിമെട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വരുന്ന 2n-1 പ്ലസ് 2p-1. 2n-1 പ്ലസ് 2p-1. സിമെട്രിക്കൽ ആണ് നമ്മുടെ കോമ്പൗണ്ട്. സിമെട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ 2n-1 പ്ലസ് 2p-1. ഈ പീൻ്റെ വാല്യൂ എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം, n ഓഡിനായിരിക്കാം. n ഓഡ് ഡബിൾ ബോണ്ട് എത്ര സ്ഥലത്ത് ഉണ്ട് എന്നുള്ള എൻ്റെ വാല്യൂ ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ p n+1/2 ആണ്. n ഈവൻ ആണെന്നുണ്ടെങ്കിൽ പീൻ്റെ വാല്യൂ n/2 ആണ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ ഓഡാണ്, n ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ പീൻ്റെ വാല്യൂ എത്രയാണ്, n+1/2 ആണ്. എന്നിൻ്റെ വാല്യൂ ഈവൻ ആണെന്നുണ്ടെങ്കിൽ പിയുടെ വാല്യൂ എത്രയാണ്, n/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, CH3 CH ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, അതായത് 2 സ്ഥലത്ത് ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അതായത് എന്നിൻ്റെ വാല്യൂ എത്രയാ, 2 ആണ്. n ഈവൻ നമ്പർ ആണ്. n ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ p നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, p = n/2, അതായത് 2/2 1. ദെൻ ജോമെട്രിക്കൽ ഐസോമർസം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, 2n-1 2n-1 എത്രയാ, 2-1 എത്രയാ, 1. 2-1 ദാറ്റ് ഈസ് 2 പ്ലസ് n/2 എന്താണ്, പീൻ്റെ വാല്യൂ എത്രയാ, n/2 ദാറ്റ് ഈസ് 1. 2 + 1 3. മൊത്തത്തിൽ 3 ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ 2 ഫോമുല ഓർത്തിരിക്കുക. അൺസിമെട്രിക്കൽ ആണെങ്കിൽ ഈസിയാണ് 2n, സിമെട്രിക്കൽ ആണെങ്കിൽ 2n-1 പ്ലസ് 2p-1. അതിൽ പീൻ്റെ വാല്യൂ n ഓടാണെന്നുണ്ടെങ്കിൽ n+1/2. ഓക്കെ, ഓടാണെന്നുണ്ടെങ്കിൽ ഒരു 1 അതിലുണ്ടാവും, n+1/2. ഈവൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് n/2. ഓക്കെ, ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഒപ്റ്റിക്കൽ ഐസോമർസം. ഓക്കെ, നമ്മൾ ജോമെട്രിക്കൽ ഐസോമർസം ഭയങ്കര ഷോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമർസത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലും അതുപോലെ നമ്മുടെ സൈക്ലോ ആൽക്കെയിൻസിൻ്റെ കേസിലും സിഗ്മ ബോണ്ടഡ് സിസ്റ്റത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റും. ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കുമ്പോൾ കാർബണിൻ്റെ എണ്ണം എത്ര വരുമ്പോഴത്തേക്കാണ് സിസ് ഫോം സിസ് ട്രാൻസ് കാണിക്കുന്നത്, അവരുടെ സ്റ്റെബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ കോൺഫിഗറേഷൻ കണ്ടു. നമ്മൾ ആദ്യം അതിൻ്റെ സിസ് ട്രാൻസ് കോൺഫിഗറേഷൻ കണ്ടു. സിസ് ട്രാൻസ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പം AB പെയേഴ്സ്, ഡബിൾ ബോണ്ടിന് ചുറ്റും AB പെയേഴ്സ് വരികയാണ്. ഓക്കെ, ഒരു AA BB അല്ലെങ്കിൽ AB BA അങ്ങനെ പെയേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെയിം ആറ്റം സെയിം സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ സിസ്, അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്, അത് കണ്ടു. ദെൻ EZ എൻഡ്രോജൻ സുസാമൻ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ Z, ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ എൻഡ്രോജൻ, അങ്ങനെ കണ്ടു. ഓക്കെ, ദെൻ ബാക്കി നമ്മൾ എന്താ, സിൻ ആൻറ്റി കൺഫർമേഷനും കണ്ടു. നമ്മുടെ അസോ കോമ്പൗണ്ട്സിൻ്റെ കേസിലും ഓക്സൈൻസിൻ്റെ കേസിലും സിൻ ആൻറ്റി കോൺഫിഗറേഷനും കണ്ടു. പിന്നെ ടോട്ടൽ എത്ര ജോമെട്രിക്കൽ ഐസോമേഴ്സ് കാണിക്കാം, അൺസിമെട്രിക്കൽ, അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അൺസിമെട്രിക്കൽ മോളിക്യൂളും സിമെട്രിക്കൽ മോളിക്യൂളും n ഈവൻ ആകുമ്പോഴും n ഓഡ് ആകുമ്പോഴും. അപ്പോൾ ആ ഫോമുല യൂസ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ജോമെട്രിക്കൽ ഐസോമർസത്തിലുള്ളത്. ഇനി ഒപ്റ്റിക്കൽ ഐസോമർസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐസോമർസം കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമർസം നമുക്കറിയാം, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണെന്നൊക്കെ നമുക്കറിയാം. നോർമലി നമ്മുടെ ലൈറ്റ് എന്താണ് എല്ലാ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ്. അപ്പോൾ അതിന് നമ്മൾ നിക്കോൾ പ്രിസത്തിലൊക്കെ പാസ് ചെയ്ത്
പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റും. അപ്പോൾ ചില ഓർഗാനിക് കോമ്പൗണ്ട്സിന് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. പ്ലെയിൻ പോളറൈസ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ +2 ടോപ്പിക്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. നമ്മുടെ ഓർഗാനിക് പാർട്ടിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയണ്ടല്ലോ. അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന കോമ്പൗണ്ട്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. ആ ഫിനോമിനെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നു. അപ്പോൾ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിച്ചാൽ അതിനെ ലീവോ എന്നും റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിച്ചാൽ അതിനെ ഡെക്സ്ട്രോ എന്നും പറയും. അപ്പോൾ ഈ ലീവോ ഫോമും ഡെക്സ്ട്രോ ഫോമും എന്താണ്? പരസ്പരം മിറർ ഇമേജസ് ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അവരെ നമ്മൾ ജസ്റ്റ് ഭയങ്കര ഈസി ആണെന്ന് പറയാം. ഇപ്പം ഇത് നോക്കിയാൽ ഇവിടെ ലാക്റ്റിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡിൽ OH H അതിൻ്റെ നടുക്കൊരു മിറർ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ HOH. മുകളിലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? മാറ്റം വരത്തില്ല. നമ്മൾ കണ്ണാടി വെക്കുമ്പോൾ നമ്മൾ തലയും കാലം തിരിഞ്ഞു വരുമോ? ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു വരത്തുള്ളൂ അല്ലേ? സോ അതേപോലെ OH H OH തിരിഞ്ഞു വരും. അതിൽ ഇതിനെ നമുക്ക് ഡെക്സ്ട്രോ, ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. അടുത്ത നോക്കിയേ, ഇതാണ് നമ്മുടെ ലീവോ, ഡെക്സ്ട്രോയും ലീവോയും. ഓക്കെ, അപ്പോൾ പ്ലസ് ആൻഡ് മൈനസ് ഫോംസ്. ഈ പ്ലസ് ആൻഡ് മൈനസ് ഫോംസ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. പ്ലസ് ആൻഡ് മൈനസ്, ഇപ്പം ഒരു റിയാക്ഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോഡക്റ്റ് നമുക്ക് പറയാം, പ്രോഡക്റ്റായിട്ട് പ്ലസ് ഫോമും മൈനസ് ഫോമും കിട്ടി. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എനാൻഷ്യോമേഴ്സ്. ഞാൻ അടുത്ത സ്ലൈഡിൽ പറയും എനാൻഷ്യോമേഴ്സ്. നോക്കിയേ, ദേ ആർ സ്റ്റീരിയോ ഐസോമേഴ്സ് വിച്ച് ആർ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. പരസ്പരം മിറർ ഇമേജസ് ആയവരെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മിറർ ഇമേജസ് ആയ സ്റ്റീരിയോ ഐസോമേഴ്സിനെ വിളിക്കുന്ന പേരാണ് എനാൻഷ്യോമേഴ്സ്. ഓക്കെ, എനാൻഷ്യോമേഴ്സ്. ഈ എനാൻഷ്യോമേഴ്സിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടായിരിക്കത്തില്ല, അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സിൽ എപ്പോഴും പറയേണ്ട കാര്യമാണ് നോ POS നോ COS. പ്ലെയിൻ ഓഫ് സിമെട്രിയും ഇല്ല, സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ല, ഇല്ലാത്തവരാണ് എന്ത് കാണിക്കുന്നത്? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്ലസ് ഫോമും ഒരു മൈനസ് ഫോമും നിന്ന് കഴിഞ്ഞാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എനാൻഷ്യോമേഴ്സ്. സോ സ്റ്റീരിയോ ഐസോമേഴ്സ് വിച്ച് ആർ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ ആർ കോൾഡ് എനാൻഷ്യോമേഴ്സ്. ഈ എനാൻഷ്യോമേഴ്സ് ഇക്വിമോളിക്കുലർ ആണ്, രണ്ടും 50-50%, രണ്ടും ഈക്വൽ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈസ്മിക് മിക്സ്ചർ. റൈസിമിക് മിക്സ്ചർ എന്ന് വിളിക്കും. ഓക്കെ, റൈസിമിക് മിക്സ്ചർ, അതായത് ഈ പ്ലസ് ഫോമും 50%, ഈ മൈനസ് ഫോമും 50%, രണ്ട് 50%. അങ്ങനെ ആകുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകത്തില്ലേ? അതിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ക്യാൻസൽ ആയി പോകത്തില്ലേ? സോ ഡെക്സ്ട്രോ ഫോം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ലീവോ ഫോം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, എനാൻഷ്യോമേഴ്സ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. പക്ഷേ ഈ പ്ലസ് ഫോമും മൈനസ് ഫോമും ഈക്വൽ എമൗണ്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന റെസിമിക് മിക്സർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. മനസ്സിലായോ? പ്ലസ് ഫോം ഡെക്സ്ട്രോ ഫോം ഒപ്റ്റിക്കലി ആക്റ്റീവ്, ലീവോ ഫോം ഒപ്റ്റിക്കലി ആക്റ്റീവ്, പ്ലസും മൈനസും കൂടെ ചേർന്ന എനാൻഷ്യോമേഴ്സ്. രണ്ടും ഒന്ന് 50, ഒന്ന് 70%, ഒന്ന് 50, ഒന്ന് 70%, അവർ എനാൻഷ്യോമേഴ്സ്. അവരെന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. പക്ഷേ രണ്ടും ഇക്വിമോളാർ മിക്സർ ആയിട്ട് വരികയാണ്, രണ്ടും 50-50 ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റെസിമിക് മിക്സർ എന്ന് വിളിക്കുന്നു. അവരുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ക്യാൻസൽ ആയി പോകുന്നു. ദേ ആർ കോൾഡ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ട്. അതായത് റെസിമിക് മിക്സർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. നമ്മുടെ ലാക്റ്റിക് ആസിഡിന് ഈ 3 ഫോമിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, പ്ലസ് ഫോം, മൈനസ് ഫോം, റെസിമിക് മിക്സർ. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. നോക്കിയാൽ കാണാൻ പറ്റും, ഈ കാർബണിൻ്റെ 4 വാലൻസിയിലും 4 ഡിഫറെൻ്റ് ആൾക്കാരാണ്. അത് അടുത്തൊരു ക്രൈറ്റീരിയ ആണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഒരു കാർബണിൻ്റെ 4 വാലൻസിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കണം അറ്റാച്ച് ചെയ്യേണ്ടത്. അതിന് നമ്മൾ കൈറൽ കാർബൺ ഓർ കൈറൽ സെൻറ്റർ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതാണ് സെൻറ്റർ ഓഫ് സിമെട്രി അവിടെ ഇല്ല, പ്ലെയിൻ ഓഫ് സിമെട്രിയും അവിടെ ഇല്ല. മിറർ ഇമേജസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ എനാൻഷ്യോമേഴ്സ്. മിറർ ഇമേജസ് ഈക്വൽ എമൗണ്ടിൽ വരുമ്പോൾ റെസിമിക് മിക്സർ വിച്ച് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഓക്കെ, അപ്പോൾ എനാൻഷ്യോമേഴ്സ് കണ്ടു. ഇക്വിമോളാർ മിക്സർ ഓഫ് എനാൻഷ്യോമറിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസിമിക് മിക്സർ എന്ന് പറയുക. പ്ലെയിൻ ഓഫ് സിമെട്രിയും സെൻറ്റർ ഓഫ് സിമെട്രിയും ഒന്നും അവിടെ ഇല്ല. ഇനി ഡയാസ്റ്റീരിയോമേഴ്സ് എന്താണെന്ന് നോക്കിയേ. സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്, പക്ഷേ മിറർ ഇമേജസ് അല്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു. എവിടെയാ? ജോമെട്രിക്കൽ ഐസോമേഴ്സിൽ നമ്മൾ കണ്ടു. സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്, ബട്ട് ദേ ആർ നോട്ട് മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. നമ്മുടെ ജോമെട്രിക്കൽ ഐസോമേഴ്സത്തിലെ സിസ് ട്രാൻസ് ഐസോമേഴ്സ് ആണ് എന്തിന് എക്സാമ്പിൾ? ഡയാസ്റ്റീരിയോമേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരിക. ഓക്കെ, മിറർ ഇമേജസ് അല്ല, പക്ഷേ സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. നമ്മൾ നോക്കി നമ്മുടെ സിസ് ട്രാൻസ് ഐസോമേഴ്സ്, ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവരെയാണ് നമ്മൾ ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് വിളിക്കുന്നത്. കാര്യം എന്താ? ഇവർ മിറർ ഇമേജസ് അല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ഇമേജസ് അല്ല, പക്ഷേ ഇവരെന്താണ്? സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നവരാണ്. സോ അവരെന്ത് വിളിക്കുന്നു? ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡി ഫോം, എൽ ഫോം, എനാൻഷ്യോമർ, റെസിമിക് മിക്സർ, അവരുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നോക്കിയാലോ.
ഓക്കെ, ഒരു മോളിക്യൂളിൻ്റെ സിമട്രി. ഓക്കെ, ഇഫ് എ മോളിക്യൂൾ ഹാസ് ഈദർ പ്ലെയിൻ ഓഫ് സിമട്രി ഓർ സെൻറ്റർ ഓഫ് സിമട്രി, POS എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഓഫ് സിമട്രി, COS എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് സിമട്രി. ഒരു മോളിക്യൂളിന് പ്ലെയിൻ ഓഫ് സിമട്രി അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് സിമട്രി ഉണ്ടെങ്കിൽ അവർ നമ്മൾ അക്കൈറാൽ മോളിക്യൂൾ എന്ന് വിളിക്കും. കൈറാലിറ്റി ഇല്ല, കൈറാൽ സെൻറ്റർ കാണിക്കാത്ത അക്കൈറാൽ മോളിക്യൂൾ എന്ന് വിളിക്കും. കൈറാലിറ്റി എപ്പോഴും എന്താണ്? നോൺ സിമട്രി ലീഡ്സ് ടു കൈറാലിറ്റി. നോൺ സിമട്രി ഉണ്ടോ അതിനെയാണ് നമ്മൾ കൈറാലിറ്റി എന്ന് പറയുന്നത്. കൈറാൽ മോളിക്യൂളിന് മാത്രമേ എന്ത് ഫോം ചെയ്യാൻ പറ്റുള്ളൂ? എനാൻഷ്യൂം. കൈറാൽ മോളിക്യൂളിന് മാത്രമേ പ്ലസ് ഫോമിലും മൈനസ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ. സോ കൈറൽ കോമ്പൗണ്ട്സിന് മാത്രമേ എനാൻഷ്യോമസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് കൈറൽ സെൻറ്റർ. കൈറൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ടു വിച്ച് ഫോം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ആറ്റംസ് ആർ അറ്റാച്ച്ഡ്. ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിൽ അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അവരെന്തായിരിക്കണം? ഡിഫറെൻ്റ് ആയിരിക്കണം. സോ ഒരു കാർബൺ എടുത്തു കഴിഞ്ഞാൽ ആ കാർബണിൽ ABCD 4 പേരും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൈറൽ സെൻറ്റർ എന്ന് വിളിക്കാം. ഇവിടെ സെൻറ്റർ ഓഫ് സിമട്രി പാടില്ല, പ്ലെയിൻ ഓഫ് സിമട്രി പാടില്ല, അവരെ നമ്മൾ കൈറാലിറ്റി. ഇപ്പോൾ നോൺ സിമട്രി, ഇവിടെ ഇവരെന്താണ്? നോൺ സിമട്രിക് ആണ്. നോൺ സിമട്രി ലീഡ്സ് ടു കൈറാലിറ്റി. നോൺ സിമട്രി കൈറാലിറ്റി ഫോം ചെയ്യുന്നു. നോൺ സിമട്രി ലീഡ്സ് ടു കൈറാലിറ്റി. ഓക്കെ, അപ്പോൾ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആണ്. ഇതിന് ചുറ്റും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ്സുകൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കണം. സോ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ്, നമുക്ക് എന്ത് വിളിക്കാം? കൈറൽ സെൻറ്റർ. അവരെ നമുക്ക് കൈറൽ സെൻറ്റർ എന്ന് വിളിക്കാം. ഇനി ഇവരുടെ RS നോമൻക്ലേച്ചർ. ഓക്കെ, ഇതിൽ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറേ പ്രൊജക്ഷൻസ് നമ്മൾ ന്യൂമാൻ, സോഹേഴ്സ് ഒക്കെ പഠിച്ചു. അതേപോലെ വേറൊരു പ്രൊജക്ഷനാണ് ഫിഷർ. ജസ്റ്റ് 2D റെപ്രസെൻറ്റേഷനാണ്. ഇതേപോലെ നമ്മൾ ബയോമോളിക്യൂൾസിൽ കണ്ടതെല്ലാം ഫിഷർ പ്രൊജക്ഷനാണ്. ഒരു കാർബണിനെ ഇങ്ങനെ ജസ്റ്റ് ലൈൻസ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 2D റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഷർ പ്രൊജക്ഷൻ നമ്മൾ എഴുതുമ്പോൾ RS നോമൻക്ലേച്ചർ ഇങ്ങനെയാണ്. ഫിഷർ പ്രൊജക്ഷനിൽ സെൻട്രൽ കാർബൺ ഉണ്ടാവും. കാർബണിന് ചുറ്റും കൈറൽ കാർബൺ ആയതുകൊണ്ട് 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സും ഉണ്ടാവും. ഈ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് നമ്മൾ എന്താ നോക്കേണ്ടത്? VCR എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. അതായത് RS നോമൻക്ലേച്ചർ നമ്മൾ നോക്കുകയാണ്. VCR എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഇവരെന്ത് ചെയ്യുക? ഈ കോമ്പൗണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ CIP വെച്ചിട്ട് ഒന്ന് പ്രയോറിറ്റി കൊടുക്കുക. പ്രയോറിറ്റി കൊടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഹൈഡ്രജൻ, ക്ലോറിൻ, ബ്രോമിൻ, CH3. ബ്രോമിൻ ആണ് എന്ത്? അറ്റോമിക് നമ്പർ കൂടുതൽ. സോ ഫസ്റ്റ് പ്രയോറിറ്റി. ദെൻ ക്ലോറിൻ സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ്, ഫോർത്ത് നമ്മുടെ ഹൈഡ്രജൻ ഫോർത്ത് പ്രയോറിറ്റി. അപ്പോൾ ലോ പ്രയോറിറ്റി ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഒന്നുകിൽ വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ, ഒന്നുകിൽ മുകളിൽ താഴെ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കും. ഓക്കെ, ലോ പ്രയോറിറ്റി ഗ്രൂപ്പുകൾ വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കും. ഈ ലോ പ്രയോറിറ്റി ഗ്രൂപ്പ് വെർട്ടിക്കലാണെന്നുണ്ടെങ്കിൽ VCR, ലോ പ്രയോറിറ്റി ഗ്രൂപ്പ് വെർട്ടിക്കൽ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ബാക്കിയുള്ളവരെ പ്രയോറിറ്റി നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൂടെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് R കോൺഫിഗറേഷൻ എന്ന് വിളിക്കാം. ഒന്നും കൂടെ പറയാം, പ്രയോറിറ്റി ആദ്യം ചെക്ക് ചെയ്യുക, ലോ പ്രയോറിറ്റി ഗ്രൂപ്പിനെ നോക്കുക. ലോ പ്രയോറിറ്റി ഗ്രൂപ്പ് ഒന്നുകിൽ വെർട്ടിക്കൽ പൊസിഷനിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കും. ഇനി വെർട്ടിക്കൽ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? അപ്പോൾ VCR എന്ന് പറയുമ്പം വെർട്ടിക്കൽ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ VCR, വെർട്ടിക്കൽ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ അത് R കോൺഫിഗറേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സാധനം മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് ബാക്കി മറ്റേത് എഴുതി കൂടെ? വെർട്ടിക്കൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? S കോൺഫിഗറേഷൻ ആയിരിക്കും. ഒന്ന് പഠിച്ചാൽ അതിൻ്റെ നേരെ തിരിച്ചിട്ടുള്ള ബാക്കി. സോ വെർട്ടിക്കൽ ആണ്, ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ R ആയിരിക്കും, വെർട്ടിക്കൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ അത് S ആയിരിക്കും. അതാണ് VCR, വെർട്ടിക്കൽ ക്ലോക്ക് വൈസ് R. അപ്പോൾ വെർട്ടിക്കൽ ആൻറ്റി ക്ലോക്ക് വൈസ് S വാസ്, VCR വാസ്, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. വെർട്ടിക്കൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ S ആയിരിക്കും. V എന്താണെന്നറിയാലോ? വെർട്ടിക്കൽ പൊസിഷൻ. വെർട്ടിക്കൽ പൊസിഷനിൽ ആരാ വരേണ്ടത്? ലോ പ്രയോറിറ്റി ഗ്രൂപ്പ്. അപ്പോൾ ഈ ക്ലൂ മാത്രം പഠിക്കുന്നത് കൊണ്ട് കാര്യമില്ല, മനസ്സിലാക്കിയിട്ട് വേണം ക്ലൂ പഠിക്കാൻ. ലോ പ്രയോറിറ്റി ഗ്രൂപ്പ് വെർട്ടിക്കൽ പൊസിഷനിലാണ്, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ R. വെർട്ടിക്കൽ പൊസിഷനിലാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ബാക്കി പ്രയോറിറ്റി റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? S ആയിരിക്കും. ഇനി കണ്ടോ, ലോ പ്രയോറിറ്റി ഗ്രൂപ്പ് ഓൺലി ഹൊറിസോണ്ടൽ പൊസിഷനിലാണ്. നമ്മുടെ വെർട്ടിക്കലിൻ്റെ കഴിഞ്ഞു. ഇനി ലോ പ്രയോറിറ്റി ഗ്രൂപ്പ് വരുന്നത് ഹൊറിസോണ്ടൽ ഇവിടെ എവിടെയെങ്കിലും ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ക്ലോക്ക് വൈസ് ആണെങ്കിൽ S,
ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ 6. അപ്പോൾ VCR മാത്രം പഠിച്ചാൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ലോ പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ പൊസിഷനിലാണ്, ഹൊറിസോണ്ടലിൽ വന്നു. ഇനി നമ്മൾ ബാക്കിയുള്ള പ്രയോറിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ യെസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ 6. കൂടുതൽ എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇവരുടെ പ്രയോറിറ്റി ഓർഡർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ OH, ക്ലോറിൻ, ഫ്ലൂറിൻ, ഹൈഡ്രജൻ. ആർക്ക് അറ്റോമിക് നമ്പർ കൂടുതൽ? ക്ലോറിൻ 1, ദെൻ ഫ്ലൂറിൻ. ഇവിടെ OH 2 പേരുണ്ട്, അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആളിനെ മാത്രം നോക്കിയാൽ മതി. ഫ്ലൂറിൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഓക്സിജൻ. ദെൻ അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് ആര് വന്നിട്ടുള്ളത്? ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് ലോ പ്രയോറിറ്റി ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. ഹൊറിസോണ്ടലിലാണ് ആര് വന്നിട്ടുള്ളത്? ലോ പ്രയോറിറ്റി വന്നിട്ടുള്ളത്. ഇനി റൊട്ടേഷൻ 1, 2, 3 ഇൻക്രീസിങ് ഓർഡറിലല്ലേ? 1, 2, 3 ദേ ഇങ്ങനത്തെ റൊട്ടേഷൻ എന്താ? ക്ലോക്ക് വൈസ്. ഹൊറിസോണ്ടൽ ക്ലോക്ക് വൈസ് എന്താ? ഹൊറിസോണ്ടൽ ക്ലോക്ക് വൈസ് എന്താ? യെസ്, കോൺഫിഗറേഷൻ അല്ലേ? ഹൊറിസോണ്ടൽ ക്ലോക്ക് വൈസ് യെസ്, കോൺഫിഗറേഷൻ. അടുത്ത് നോക്കിയേ, 1 ക്ലോറിൻ ഏറ്റവും കൂടുതൽ, ദെൻ C3, C2, C3ക്ക് എന്താ? അറ്റോമിക് മാസ് ആണ് ഇവിടെ നമ്മൾ നോക്കുക, അറ്റോമിക് നമ്പർ അല്ലാതെ അറ്റോമിക് മാസ് നോക്കുക. 2, 3 കണ്ടോ? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ലോ പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാ? ഇപ്പോഴും ലോ പ്രയോറിറ്റി ഹൊറിസോണ്ടൽ തന്നെയാണ്, ക്ലോക്ക് വൈസ് തന്നെയാണ്. എഗൈൻ യെസ്. ഓക്കെ, ഇനി ഒന്നിൽ കൂടുതൽ കൈറൽ സെൻറ്റേഴ്സ് വരികയാണ്. ഒന്നിൽ കൂടുതൽ കൈറൽ സെൻറ്റേഴ്സ് വരുമ്പോൾ ഒരു റൂൾ ഉണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രയോറിറ്റി ഓർഡർ മാത്രം കണ്ടുപിടിച്ചാൽ മതി, അല്ലാണ്ട് കോമ്പൗണ്ട് എന്ത് കോമ്പൗണ്ടാണ് എന്നുള്ളതല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 കൈറൽ സെൻറ്റേഴ്സ് ഉണ്ട്. ഞാനിവിടെ സ്റ്റാർ ചെയ്തേക്കുന്ന സെക്കൻഡ് വണ്ണും ഈ സ്റ്റാർ ചെയ്തേക്കുന്ന 2 കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ ഫസ്റ്റ് വൺ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ബ്രോമിൻ, ദെൻ നമ്മുടെ ഈ ഇത്രയും ഗ്രൂപ്പുകൾ വരുന്നുണ്ടല്ലോ അതിലാണ് അടുത്ത വരുന്നത്. ദെൻ തേർഡ് വൺ CH3. അപ്പം റൊട്ടേഷൻ എങ്ങനെയാ? 1, 2, 3 ദേ ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഹൊറിസോണ്ടലിൽ വരുന്നു. സെയിം നമ്മുടെ S തന്നെ വന്നു ഇവിടെ അതുപോലെ തന്നെ. സോ ഹൊറിസോണ്ടലിൽ ലോ പ്രയോറിറ്റി വന്നു, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? 1 എവിടെ? 1, 2, 3 ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെന്താ? R. ഓക്കെ, ഇനി കോമ്പൗണ്ടുകളുടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. അതായത് ഒരു കൈറൽ സെൻറ്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഒരു കൈറൽ സെൻറ്റർ ഉള്ള മോളിക്യൂൾസ് ആണ്, രണ്ട് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അവർക്ക് 2 പേർക്കും ഒരു കൈറൽ സെൻറ്ററേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾ 6ഉം മറ്റേ ആൾ 6ഉം ആണ് വരുന്നുണ്ടെങ്കിൽ അവർ രണ്ടും സെയിം മോളിക്യൂൾ ആയിരിക്കും. ഒരാൾ എസ്സും മറ്റേ ആളും എസ് വരാണെന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരാൾ 6 ഒരാൾ എസ്, അല്ലെങ്കിൽ ഒരാൾ എസ് ഒരാൾ 6. അങ്ങനെയാണെങ്കിൽ എനാൻഷ്യോമർ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? RS വെച്ചിട്ട് പ്രയോറിറ്റി കണ്ടുപിടിക്കാനും 6 ആണോ S ആണോ എന്ന് കണ്ടുപിടിക്കാനും നമുക്കറിയാം അല്ലേ? ഇനി ഒരു കൈറൽ സെൻറ്റർ മാത്രമുള്ള 2 കോമ്പൗണ്ട്സ് തന്നേക്കാണ്. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ, അവർ തമ്മിൽ ഇനി എനാൻഷ്യോമേഴ്സ് ആണോ അതോ അവർ രണ്ടും സെയിം ആൾക്കാർ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള റൂളാണ്. 2 പേരുടെയും നമ്മൾ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ RR അല്ലെങ്കിൽ SS വരാണെന്നുണ്ടെങ്കിൽ അവർ സെയിം ആൾക്കാരാണ്, അവർ എനാൻഷ്യോമേഴ്സ് ഒന്നും അല്ല. ഒരാൾ 6ഉം ഒരാൾ എസ്സും ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ എസ്സും ഒരാൾ 6ഉം ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ദേ ആർ എനാൻഷ്യോമേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ഫിഷർ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കലിലാണ് എന്ത് വരുന്നത്? ഹൈഡ്രജൻ വരുന്നത്. വെർട്ടിക്കലിൽ ഹൈഡ്രജൻ വരുന്നു. ഇവിടെ എന്ത് റൊട്ടേഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. സോ ക്ലോക്ക് വൈസ് ആണെങ്കിൽ 6 ആയിരുന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് എന്നപ്പം എസ്. ഇവിടെയും വെർട്ടിക്കലിൽ ഹൈഡ്രജൻ എന്താ? ക്ലോക്ക് വൈസ് ആണ്. വെർട്ടിക്കൽ ക്ലോക്ക് വൈസ് VCR, വെർട്ടിക്കൽ ക്ലോക്ക് വൈസ് R. അപ്പോൾ ഒരാൾ എസ്സും ഒരാൾ 6ഉം ആണ്. ദേ ആർ ഇനാൻഷ്യോമേഴ്സ്. ക്ലിയർ അല്ലേ? ദേ ആർ കോൾഡ് ഇനാൻഷ്യോമേഴ്സ്. ഇനി അടുത്ത് നോക്കിയേ, 2 കൈറൽ സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 2 കൈറൽ സെൻറ്റേഴ്സ് വരികയാണ്. അതിൽ 2 സ്പെസിഫിക് റൂൾസ് വരുന്നുണ്ട്. 2 കൈറൽ സെൻറ്റർ വിത്ത് സിമിലർ അറ്റാച്ച്മെൻറ്റ്. നോക്കിയേ, 2 കൈറൽ സെൻറ്റർ വരുന്നുണ്ട്. ഈ 2 കൈറൽ സെൻറ്ററിലും സിമിലർ ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. നോക്കിയാൽ മുകളിൽ അതേപോലെ തന്നെ സിമെട്രിക് ആണ് അല്ലേ? കോമ്പൗണ്ട് പ്ലെയിനോ സിമെട്രി ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്ലെയിനോ സിമെട്രി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ 2 കൈറൽ സെൻറ്റർ ഉണ്ട്. 2 കൈറൽ സെൻറ്ററിൽ അറ്റാച്ച്മെൻറ്റ് മുകളിലത്തെ എക്സാക്ട് അതേപോലെയാണ് താഴെ വന്നിട്ടുള്ളത്. അതായത് അവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? കൈറൽ സെൻറ്റർ കാണുന്നുണ്ട്. അതായത് ഡിഫറെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കൈറൽ സെൻറ്റർ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് പ്ലെയിൻ ഓഫ് സിമെട്രി അവരെ നമുക്ക് വിളിക്കാം മീസോ കോമ്പൗണ്ട്സ്. അതായത് കൈറൽ സെൻറ്റർ ഉണ്ടായിട്ടും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാത്തവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മീസോ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ദേ ആർ ഒപ്റ്റിക്കലി
ഇനാക്റ്റീവ്. കൈറൽ സെൻറ്റർ ഉണ്ടായിട്ടും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നില്ല. കാര്യം എന്താ? ബിക്കോസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് പ്ലെയിനോ സിമെട്രി. കൈറൽ സെൻറ്റർ ഉണ്ടായിരുന്നു, പക്ഷേ മുകളിലത്തെ അതേപോലെയാണ്, സിമിലർ അറ്റാച്ച്മെൻ്റ് ആണ് താഴെയും വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എന്തെന്ന് വിളിക്കാം? ദേ ആർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ട്. ദേ ആർ കോൾഡ് മീസോ കോമ്പൗണ്ട്സ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്നതാണ് മീസോ കോമ്പൗണ്ട്സ്. എന്തെന്ന് വിളിക്കുന്നു? മീസോ കോമ്പൗണ്ട്സ്. ഇനി 2 കൈറൽ സെൻറ്റേഴ്സ് ഉണ്ട്, പക്ഷേ ഓപ്പോസിറ്റ് അറ്റാച്ച്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ നോക്കിയാലും ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ 2 കോമ്പൗണ്ടുകൾ എടുക്കുകയാണ്, 2 കൈറൽ സെൻറ്ററിൽ 2 കോമ്പൗണ്ട്. അപ്പോൾ അവർ പരസ്പരം എന്തായിരിക്കും? ഓപ്പോസിറ്റ് അല്ലേ? പ്ലെയിനോ സിമെട്രി ഇല്ല. അങ്ങനെയുള്ള 2 പേരെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും? ഇനാൻഷ്യോമേഴ്സ് ആയിരിക്കും. അപ്പോൾ 2 കൈറൽ സെൻറ്റർ ഉണ്ട്, പക്ഷേ ഓപ്പോസിറ്റ് അറ്റാച്ച്മെൻ്റ് ആണ്. എച്ച് ബി ആർ വരുന്നു, ബി ആർ എച്ച് ഓപ്പോസിറ്റ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അവരുടെ അടുത്തൊരു മിറർ വെച്ചപ്പോൾ നമുക്ക് എന്തും കിട്ടി? അവരുടെ മിറർ ഇമേജും കിട്ടി. ഇവർക്കാണെങ്കിൽ നമുക്ക് മിറർ ഇമേജ് കിട്ടുമോ? ഇല്ല, പ്ലെയിനോ സിമെട്രി ഉണ്ട്, അതേപോലെ തന്നെ ഇരിക്കും, ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കില്ല. സോ ദേ ആർ ഇനാൻഷ്യോമേഴ്സ്. അപ്പോൾ ഒരു കൈറൽ സെൻറ്ററിന് നമ്മൾ കണ്ടു. 2 കൈറൽ സെൻറ്റർ വരുന്ന സമയത്ത് അവിടെ സിമിലർ അറ്റാച്ച്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള മീസോ കോമ്പൗണ്ട് ആയിരിക്കും. 2 കൈറൽ സെൻറ്റർ ഉണ്ട്, ഓപ്പോസിറ്റ് അറ്റാച്ച്മെൻ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഇനാൻഷ്യോമേഴ്സ് എന്ന് വിളിക്കാം. ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. സം ഓഫ് ദി കൈറൽ സെൻറ്റേഴ്സ് ഹാവ് സെയിം കോൺഫിഗറേഷൻ. ചിലതിന് എന്താ 2 കൈറൽ സെൻറ്റർ ഉണ്ട്, അതിൽ എന്താ 2 അതിൽ കൂടുതൽ കൈറൽ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തൊക്കെ ഒരേപോലെയാണ്, ചില സ്ഥലത്ത് ഓപ്പോസിറ്റ്, അത് മിക്സഡ്, സെയിമും വരുന്നുണ്ട് മിക്സഡും വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് വിളിക്കാം. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, നമുക്ക് ഈ എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ 3 കോമ്പൗണ്ട് ABC എന്ന് പറഞ്ഞ 3 കോമ്പൗണ്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ HCl ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? പ്ലെയിനോ സിമെട്രി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് പ്ലെയിനോ സിമെട്രി കാണാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഇതെന്താണ്? ഇത് മീസോ കോമ്പൗണ്ട് ആണ് അല്ലേ? ഇത് മീസോ കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഈ എയും ബിയും തമ്മിലുള്ള റിലേഷൻ HCl CLH, അതായത് ആദ്യത്തേത് ഒരേപോലെ, ആദ്യത്തെ ഈ 2 കൈറൽ സെൻറ്റർ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ കോൺഫിഗറേഷൻ ഒരേപോലെ, അടുത്ത കോൺഫിഗറേഷൻ എന്തായിട്ടിരിക്കുന്നു? ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയാസ്റ്റീരിയോംസ്. അപ്പോൾ 2 കൈറൽ സെൻറ്റർ വരുന്നു, രണ്ടും ഒന്നിൽ സെയിം അറ്റാച്ച്മെൻറ്റും ഒന്നിൽ ഓപ്പോസിറ്റ് എന്താണ് കോൺഫിഗറേഷനും ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് വിളിക്കാം. ഇനി ബിയും സിയും നോക്കുക. ബിയും സിയും നോക്കി HCl CLH HCl. ബിയും സിയും നോക്കുമ്പോൾ എന്താ? ഓപ്പോസിറ്റ് ആയിട്ടല്ലേ? ഇവിടെ HCl ആണ്, ഇവിടെ CLH, ഇവിടെ CLH ആണെന്നുണ്ടെങ്കിൽ ഇവിടെ HCl. അപ്പോൾ ബിയും സിയും എന്താണ്? ദേ ആർ ഇനാൻഷ്യോമേഴ്സ്. ഇനി എയും സിയും നോക്കിയേ HCl CLH HCl. താഴെ രണ്ടും ഒരേപോലെ, മുകളിൽ ഡിഫറൻറ്റ്. അപ്പോൾ അവരും എന്താണ്? ഡയാസ്റ്റീരിയോമേഴ്സ് ആണ്. ഭയങ്കര സിമ്പിൾ അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ മീസോ കോമ്പൗണ്ടിന് പ്ലെയിനോ സിമെട്രി ഉണ്ടാവും, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇനാൻഷ്യോമേഴ്സ്, ഒന്ന് ഓപ്പോസിറ്റ് ഒന്ന് സെയിം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡയാസ്റ്റീരിയോമേഴ്സ്. ഓക്കെ, ഇനി നമ്മുടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് വിത്ത് കൈറൽ ആക്സിസ്. നമ്മൾ കൈറൽ സെൻറ്റർ ഉള്ള കോമ്പൗണ്ടുകളെയാണ് കണ്ടത്. ഇനി കൈറൽ ആക്സിസ് ഉള്ള കോമ്പൗണ്ടുകളെ നമുക്ക് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ അലീൻസ് എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് ഡബിൾ ബോൺസ് വരിക. ഓക്കെ, അപ്പം ഇത് ഈസിയാണ്. ജസ്റ്റ് നമ്മൾ നോക്കിയേ, അലീൻസ് വരുമ്പോൾ അടുത്തടുത്ത് നമുക്ക് ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ആണ് വരുന്നത് ചോദിക്കും. അപ്പോൾ C ഡബിൾ ബോണ്ട് ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ആണ് വരുന്നത്. അതുപോലെ ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്ലാനാരിറ്റി ഉണ്ടായിരിക്കത്തില്ല. ദേ ആർ നോൺ പ്ലാനാർ. അവരെന്തായിരിക്കും? നോൺ പ്ലാനാർ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. അലീൻസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. ഇനി ഈ ഡബിൾ ബോണ്ട് എന്താ? ഓഡ് നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ആണ് വരുന്നത്. അലീൻസിൽ ഓഡ് നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ആണ്. ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നോൺ പ്ലാനാർ ആയിരിക്കും, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓഡ് നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർ പ്ലാനാർ ആയിരിക്കും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവും ആയിരിക്കും. ഓക്കെ, സോ ടെർമിനൽ കാർബൺ എങ്ങനെയായിരിക്കണം? അപ്പോൾ ഈ ഈവൻ നമ്പർ ആയിരിക്കണം, നോൺ പ്ലാനാർ ആയിരിക്കണം. അതിനോടൊപ്പം ഈ ടെർമിനൽ കാർബണിൽ എന്തായിരിക്കണം? സ്റ്റീരിയോ സെൻറ്റേഴ്സ്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കണം. ഓരോ കാർബൺ എടുക്കുമ്പോഴും ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കണം ടെർമിനൽ കാർബൺസിൽ അറ്റാച്ച് ചെയ്യാനുള്ളത്. സോ ഓക്കെ, ഇത്രയും ക്രൈറ്റീരിയ ആണുള്ളത്. സോ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് വിത്ത് കൈറൽ ആക്സിസ് ഉള്ളതാണ്. കൈറൽ ആക്സിസ് നമ്മുടെ അലീൻസ്. അപ്പോൾ ഈ ഡബിൾ ബോൺസ് കൈറൽ ആക്സിസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോൺ പ്ലാനാർ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ സ്റ്റീരിയോ സെൻറ്റേഴ്സ് അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കണം ടെർമിനൽ കാർബൺസിൽ അറ്റാച്ച് ചെയ്യാനുള്ളത്. ഇനി അതുപോലുള്ള വേറൊരു കോമ്പൗണ്ടാണ് അട്രോപൈസോമസ്. സോ റിംഗ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇവിടെയും റിംഗ് ഈവൻ നമ്പർ ഓഫ് റിംഗ്സ് ആയിരിക്കണം. ഇവിടെയും കൈറൽ ആക്സിസ് ആണ്, ഈവൻ നമ്പർ ഓഫ് റിംഗ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈവൻ നമ്പർ ഓഫ് റിംഗ്സ് വരുമ്പോൾ പ്ലാനാരിറ്റി ഉണ്ടാവത്തില്ല, നോൺ പ്ലാനാർ ആയിരിക്കും. സോ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. പിന്നെ അവരിൽ ഈ ഗ്രൂപ്പുകൾ വരാൻ പാടില്ല.
നമ്മുടെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, സയനൈഡ് ഗ്രൂപ്പ്, നമ്മുടെ ഫ്ലൂറിൻ, അതുപോലെ തന്നെ OH, ഈ ഗ്രൂപ്പുകൾ അവരിൽ വരാനും പാടില്ല. അപ്പോൾ അട്രോപ്പ് ഐസോമേഴ്സത്തിൻ്റെ ക്രൈറ്റീരിയ എന്താ? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാനുള്ള ക്രൈറ്റീരിയ നോൺ പ്ലാനാർ ആയിരിക്കും. സോ റിങ്സ് ഈവൻ നമ്പർ ഓഫ് റിങ്സ് ആയിരിക്കണം. അതാ ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ ഓഡ് നമ്പർ ഓഫ് റിങ്സ് ആണ് വന്നിട്ടുള്ളത് അല്ലേ, അതായത് 3 റിങ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ പ്ലാനാർ ആണ്, അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവുമാണ്. ഓക്കെ, ദെൻ സ്പൈറോ കോമ്പൗണ്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും സെയിം ക്രൈറ്റീരിയ, ഈവൻ നമ്പർ ഓഫ് റിങ്സ് ആയിരിക്കും വരേണ്ടത്. ഓഡ് നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ കാണിക്കില്ല. അതുപോലെ തന്നെ ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാലും അറ്റാച്ച് ചെയ്യേണ്ടത്, ടെർമിനൽ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യേണ്ടത്, ഓരോ കാർബൺ എടുത്ത് നോക്കുമ്പോഴും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കണം അറ്റാച്ച് ചെയ്യേണ്ടത്. അതായത് സ്റ്റീരിയോ സെൻറ്റേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. സോ ഇതാണ് അട്രോപ്പ് ഐസോമേഴ്സ്, അലീൻസ്, സ്പൈറോ. സോ ഓൾമോസ്റ്റ് സെയിം ആണ് അവരുടെ ക്രൈറ്റീരിയാസ്. അപ്പം ഈവൻ നമ്പർ ഓഫ് അലീൻസിലാണെന്നുണ്ടെങ്കിലും ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ആയിരിക്കണം. സ്പൈറോ ആൻഡ് അട്രോപ്പ് ഐസോമേഴ്സത്തിലും എങ്ങനെയായിരിക്കണം? ഈവൻ നമ്പർ ഓഫ് റിങ്സ് ആയിരിക്കണം വരേണ്ടത്. പിന്നെ ടെർമിനൽ കാർബൺസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കണം അറ്റാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ മീസോ കോമ്പൗണ്ട് ആവാനും എനാൻഷ്യൂമർ ആവാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കോമ്പൗണ്ട് അൺസിമെട്രിക്കൽ ആണെന്ന് വിചാരിക്കുക. അൺസിമെട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ മീസോ കോമ്പൗണ്ട് ഉണ്ടായിരിക്കത്തില്ല. എനാൻഷ്യൂമർ കണ്ടുപിടിക്കാനുള്ള ഫോമുല 2:n, കാരണം കൈറൽ സെൻറ്റേഴ്സ് വരാം. ഓക്കെ, കൈറൽ സെൻറ്റേഴ്സ് വരാനുള്ള പോസിബിലിറ്റി, സിമെട്രി ആണെങ്കിൽ മാത്രമേ ഇത് മീസോ കോമ്പൗണ്ട് ആവത്തുള്ളൂ. അപ്പോൾ അൺസിമെട്രിക്കൽ ആണെങ്കിൽ മീസോ കോമ്പൗണ്ടിലെ പോസിബിലിറ്റി കുറവാണ്. സോ ഇക്വേഷൻ 2:n. സോ ഇവിടെ നമുക്ക് 2 കൈറൽ സെൻറ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ടോട്ടൽ 2:n, 4 ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി സിമെട്രിക്കൽ ആണ്, അതുപോലെ തന്നെ കൈറൽ സെൻറ്റേഴ്സിൻ്റെ എണ്ണം ഈവൻ ആണെന്നുണ്ടെങ്കിൽ എനാൻഷ്യൂമർ കണ്ടുപിടിക്കാൻ 2:n-1, മീസോ കോമ്പൗണ്ട് 2:n/2 -1, ടോട്ടൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് സിമെട്രിക്കൽ ആണ്, ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അതായത് ഇവിടെ നോക്കിയേ, സിമെട്രിക്കൽ ആണ്, ഈവൻ നമ്പർ ആണ്. സോ നമുക്ക് 2:n-1, n2 ആണ്, 2:n-1 2:1 കിട്ടും, പ്ലസ് 2:n/2 -1 +1, ടോട്ടൽ 3 ആണ് എന്ത് കിട്ടുക? ടോട്ടൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് കിട്ടുക. ഇനി n ഓഡാണ്, എന്നിൻ്റെ വാല്യൂ ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 2:n-1 - 2:n-1/2 ചെയ്താൽ മതിയാവും. ഇവിടെ നമുക്ക് 3 കൈറൽ സെൻറ്റേഴ്സ് കാണാൻ പറ്റും. എനാൻഷ്യൂമർ കണ്ടുപിടിക്കാൻ 2:n-1 ചെയ്യുക. അപ്പോൾ 2:n-1 ചെയ്യുമ്പോൾ നമുക്ക് 2:2 4 കിട്ടും. 2:n-1/2 ചെയ്യാം. ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. നമുക്ക് എത്ര കോമ്പൗണ്ട്സ് ആക്റ്റീവ് കാണിക്കുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്ത D&L കോൺഫിഗറേഷൻ. ഇത് നമ്മൾ ബയോമോളിക്യൂൾസിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സോ D&L കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ OH റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അത് D. സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ OH റൈറ്റ് സൈഡിൽ വന്നാൽ അത് D കോൺഫിഗറേഷൻ, OH ലെഫ്റ്റ് സൈഡിൽ വന്നാൽ L കോൺഫിഗറേഷൻ. സിമ്പിൾ അല്ലേ? സോ നമ്മുടെ ഫിഷർ പ്രൊജക്ഷൻ എഴുതുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ് കാർബൺ നോക്കുക. ഇത് 1 2 സെക്കൻഡ് കാർബൺ എടുക്കുക. സെക്കൻഡ് ലാസ്റ്റ് കാർബൺ നോക്കുന്ന സമയത്ത് സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ OH റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് D കോൺഫിഗറേഷൻ, ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ L കോൺഫിഗറേഷൻ. സോ ഇവിടെ നമുക്ക് എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും കൈറൽ സെൻറ്റേഴ്സ് ഈ പൊസിഷനിൽ OH സെക്കൻഡ് ലാസ്റ്റ് കാർബൺ ആണിത്. അപ്പോൾ അവിടെ OH റൈറ്റ് സൈഡിലാണ്. സോ ദിസ് ഈസ് D കോൺഫിഗറേഷൻ. ഇനി അടുത്തത് എറിത്രിയോ ത്രയോ എന്നുള്ളതാണ്. അത് OH സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ OH ഗ്രൂപ്പുകൾ സെയിം സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എറിത്രിയോ എന്നും, ഓപ്പോസിറ്റ് സൈഡുകളിലാണ് OH വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രയോ എന്നും വിളിക്കാം. സിമ്പിൾ അല്ലേ? എറിത്രോയും ത്രയോയും. പിന്നെ അടുത്ത് എപ്പിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാസ്റ്റീരിയോമേഴ്സ് ആണ്. ഒരു കൈറൽ സെൻറ്ററിൽ മാത്രം അവർക്ക് എന്തുണ്ടാവും? ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ. ഒരു കൈറൽ സെൻറ്ററിൽ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എപ്പിമേഴ്സ് എന്ന് വിളിക്കാം. അതെ, ഇവിടെ സോ ഡി ഗ്ലൂക്കോസും ഡി മാനോസും എപ്പിമേഴ്സിന് എക്സാമ്പിളാണ് നമ്മൾ ബയോമോളിക്യൂൾസിൽ കണ്ടു. ഇനി സൈക്ലിക് ആയിട്ട് എപ്പിമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോമേഴ്സ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒപ്റ്റിക്കൽ ആക്റ്റീവ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കുക. ഓരോരോ പോയിൻ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ ഫോമുലാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം? നന്നായിട്ട് റിവൈസ് ചെയ്ത് നോക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.